അതുകൊണ്ട് തന്നെയാണ് ആദം നബി അലൈഹിസ്സലാമിനെ ആദ്യമായിട്ട് സൃഷ്ടിക്കുകയും സർവവിധ ആഡംബരങ്ങളും ഭക്ഷണ വസ്തുക്കളും വസ്ത്രങ്ങളും എല്ലാം നൽകിയപ്പോഴും ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രകൃതിപരമായി ആദം നബി അലൈഹിസ്സലാമിനിക്ക് എന്തോ ഒരു ന്യൂനത ഉള്ളതുപോലെ അനുഭവപ്പെടുകയും അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹായെ സൃഷ്ടിക്കുകയും അവർ പരസ്പരം വിവാഹം നടത്തുകയും നമ്മൾ വിവാഹം കഴിക്കുകയും എന്നുള്ള രീതിയിലുള്ള വിവാഹം കഴിക്കുകയും അങ്ങനെ സന്താനോൽപാദനം നടത്തുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് നാമൊക്കെ ഇന്ന് ഇവിടെ ഉണ്ടായതും ഈ മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പും അങ്ങനെയാണ് എന്ന് അറിയാൻ കഴിയും. മറ്റുള്ള ജീവികൾക്കുള്ള നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവികൾക്ക് അവയുടെ ഇണയുമായി ബന്ധപ്പെടാനുള്ള ഒരു ഇച്ഛാശക്തി അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് അവർ ആ നിലനിൽപ്പിന് വേണ്ട ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് അവർ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ അവരുടെ സന്താനോൽപാദനം നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ മനുഷ്യൻ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ജീവിതം നയിച്ചാൽ പോരാ. എന്തുകൊണ്ട്? മറ്റുള്ള ജീവികളെ പോലെ അല്ല മനുഷ്യൻ. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ഇവിടെ മനുഷ്യനൊരു പിതാവ്, ഒരു മകനാണെങ്കിൽ അവനൊരു പിതാവ്, അതുപോലെ ഒരു സഹോദരി, സഹോദരൻ, അതുപോലെ സന്താനങ്ങൾ, ഇങ്ങനെയൊക്കെ പല പേരുകളിലും അറിയപ്പെടുകയും പരസ്പരം ബന്ധം സ്ഥാപിക്കുകയും വേണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ വിവാഹം ഇവിടെ വിശുദ്ധ ഇസ്ലാം നിയമമായി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊരു മനുഷ്യനിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വിവാഹം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ മനുഷ്യർക്കും എന്നർത്ഥമല്ല. അതായത് വിവാഹം മൊത്തത്തിൽ 4 വിഭാഗമായിട്ടാണ് വിവാഹത്തിന്റെ നിയമം ഒരു മനുഷ്യനുമായി ബന്ധിക്കുന്നത്. വിവാഹം സുന്നത്താകുന്നത് അത് വിവാഹത്തിന് കഴിവുണ്ടാവുകയും അതുപോലെ വിവാഹത്തിലേക്ക് ആഗ്രഹം ഉള്ളവനുമായ ഒരു വ്യക്തിക്കാണ് വിവാഹം സുന്നത്ത്. ഇങ്ങനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്, വിവാഹം കഴിക്കുവാനുള്ള കഴിവുമുണ്ട്. വിവാഹം കഴിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ ശേഷം വരും എന്തെല്ലാം കഴിവുകളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കാൻ വേണ്ടി എന്തെല്ലാം കഴിവാണ് അദ്ദേഹത്തിനിക്ക് വേണ്ടത് എന്ന് ചർച്ചയിൽ വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. ഈ ആൾക്കാണ് വിവാഹം സുന്നത്ത്. ഈ ആള് വിവാഹം കഴിക്കൽ അത് സുന്നത്താണ്. അപ്പോൾ എന്ന് മനസ്സിലായി, അങ്ങനെ ഉപേക്ഷിക്കൽ കറാഹത്തായിട്ട് വരും. പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ട് ചില ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ടാകാം. അപ്പോൾ വലിയ വലിയ ഔലിയാക്കന്മാരൊക്കെ നമ്മൾ സാധാരണ ഒരു ഗതിയിൽ നമ്മൾ ഉപയോഗിക്കലാണ്. അദ്ദേഹം വിവാഹം കഴിക്കാത്തൊരു മനുഷ്യനാണ് എന്ന് ഒരു മദ്ഹ് ചെയ്യും പോലെയാണ് നമ്മളൊക്കെ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അതെന്താണ്? വിവാഹം കഴിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ വിവാഹം കഴിക്കലാണ്. പക്ഷേ നാം സാധാരണഗതിയിൽ അങ്ങനെ ഒരു നല്ല ആളെ മദ്ഹ് ചെയ്യുന്നത് അദ്ദേഹം വിവാഹം കഴിക്കാത്തവരാണ് എന്നുള്ളത് മദ്ഹായിട്ടല്ല. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല, അതിന് പല കാരണങ്ങളുണ്ടാവാം. നാം പറഞ്ഞല്ലോ, വിവാഹം കഴിക്കൽ സുന്നത്താകുന്നത് വിവാഹത്തിലേക്ക് ആവശ്യമുള്ളവനും ആ വിവാഹം കഴിക്കുവാനുള്ള കഴിവുള്ളവനുമായ വ്യക്തിക്കാണ് വിവാഹം സുന്നത്ത്. അപ്പൊ ഇങ്ങനെ കഴിവുള്ളവനും വിവാഹത്തിലേക്ക് ആഗ്രഹമുള്ളവനുമായ ഒരു മനുഷ്യൻ ആ വിവാഹം കഴിക്കൽ ഒഴിവാക്കൽ അത് കറാഹത്താണ്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്ത്? മൻ അഹബ്ബ ഫിത്രതി ഫൽയസ്തന്ന ബിസുന്നതി. വല്ലൊരുത്തനും എന്റെ ചര്യ അവൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്റെ
ജീവിതത്തിൽ പകർത്തണം എന്ന് ഉദ്ദേശിക്കുന്നവനുണ്ട് എങ്കിൽ ഫൽയസ്തന്ന ബിസുന്നതി, എന്റെ ചര്യ കൊണ്ട് അവൻ ചര്യ എടുത്തുകൊള്ളട്ടെ, എന്റെ സുന്നത്ത്. അപ്പോൾ എന്റെ സുന്നത്താണ് എന്ത്? വിവാഹം കഴിക്കൽ. ആ സുന്നത്ത് എന്ത് ചെയ്യണം? അവൻ നിലനിർത്തണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും, തസവ്വജു ഫഇന്നി മുകാഫിറും ബികുമുൽ ഉമം. നിങ്ങൾ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം. അങ്ങനെ വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങൾ സന്താനോൽപാദനം നടത്തണം. എന്തുകൊണ്ട്? നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ധാരാളം സന്താനങ്ങൾ ഉണ്ടായി, അങ്ങനെ എന്റെ സമുദായം അധികരിച്ചവരാണ് എന്ന് എനിക്ക് പവർ പറയുവാൻ വേണ്ടി ഖിയാമത്ത് നാളിൽ, അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് വലിയ പ്രചോദനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് നൽകിയിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗളു ലിൽബസരി വഅഹ്സനു ലിൽഫർജി ومن لم يستطع فعليه بالصوم فإن له وجاء قال رسول الله സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവസമുദായത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, യാ മഅശറ ശബാബ്, ഓ യുവാക്കളെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത, നിങ്ങളിൽ നിന്നും വല്ലൊരുത്തനും വിവാഹം കഴിക്കുവാനുള്ള കഴിവ് അവന് എത്തിച്ചു കഴിഞ്ഞാൽ, മഹർ കൊടുക്കാനുള്ള കഴിവ് അവന് ഉണ്ട് എങ്കിൽ ഫൽയതസവ്വജ്, അവൻ വിവാഹം കഴിച്ചുകൊള്ളട്ടെ, അവൻ വിവാഹിതനായിക്കൊള്ളട്ടെ. ഫഇന്നഹു അഗളു ലിൽബസരി, തീർച്ചയായിട്ടും അത് അവന്റെ കണ്ണിനെ ഹറാമിനെ തൊട്ട് ചിമ്മിപ്പിക്കുന്നതാണ്. മാത്രമല്ല വഅഹ്സനു ലിൽഫർജി, അവന്റെ ഗുഹ്യസ്ഥാനത്തിന് അത് ഏറ്റവും വളരെ ഹിസാൻ എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മതയാണ്, കാവലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല 100ഓളം വരുന്ന ഹദീസുകൾ നിക്കാഹിനിക്ക് പ്രചോദനം നൽകിയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ മുഖേന നമുക്ക് പ്രചോദനം നൽകുകയാണ് എന്ന് നാം മനസ്സിലാക്കുക. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ വിവാഹം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളാണ് വിവാഹത്തിന്റെ പ്രചോദനം, ഗുണം. അതിൽപ്പെട്ട ഒന്ന് എന്താണ്? മനുഷ്യവർഗത്തെ ഇവിടെ സംരക്ഷിക്കുക. മനുഷ്യവർഗം എന്ന് പറയുന്ന ഉന്മൂലനം ആവാതെ ഈ മനുഷ്യവർഗം ഇവിടെ നിലനിൽക്കുക എന്നുള്ള ഒന്നാണ്. മറ്റൊന്ന്, അവൻ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, മനുഷ്യന് സ്വാഭാവികമായി അത് തടഞ്ഞു നിന്നാൽ അവന്റെ ശാരീരികമായ ഉപദ്രവം സൃഷ്ടിക്കുന്ന, അതാണല്ലോ എന്ത്, മനീയ് എന്ന് പറയുന്ന ഇന്ദ്രിയം, അത് പുറന്തള്ളപ്പെടുവാനുള്ള ഒരു കാര്യവുമാണ് വിവാഹം എന്നുള്ളത്. ഇവിടെ നാം പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഈ വിവാഹം കഴിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും എന്ന് പറഞ്ഞാൽ കഴിവുള്ള, വിവാഹത്തിന്റെ മേൽ കഴിവുള്ള, അതുപോലെ വിവാഹം ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും വിവാഹം കഴിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരാള് വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു, ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത്, ഇവിടെ നാം വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു യുവാവ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ, ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണഗതിയിൽ ആദ്യമായിട്ട് എന്താ ചെയ്യാറുള്ളത്? നേരെ എന്താണ് ചെയ്യാറുള്ളത്? ആരെന്റെ ശബ്ദം കേൾക്കുന്ന ആൾക്കാരൊന്ന് ടെസ്റ്റ് അടിച്ചേ. വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച ഒരാൾ ആദ്യമായിട്ട് ഇപ്പൊ എന്താ ചെയ്യല്? കേൾക്കുന്നുണ്ട്? അതെ. അതല്ല, എന്താണ് ആദ്യം ചെയ്യല്? ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ?
അതെ അതെ, പെണ്ണ് കാണുക എന്നുള്ളത് മാഷാ അല്ലാ, ഞങ്ങൾ സുനിയൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ. അതെ, സ്ത്രീ നമ്മൾ കല്യാണം കഴിക്കുന്ന കുട്ടി എന്ത് ചെയ്യാ, ഒന്ന് കാണുക എന്നുള്ളതാ അല്ലേ? ആണ്, അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നത്. അപ്പോ ഈ കുട്ടിയെ നമ്മൾ കാണണം അല്ലേ? വിശുദ്ധമായ ഇസ്ലാം ഒരു പുരുഷന് ഒരു പുരുഷന് ഒരു സ്ത്രീയെ കാണൽ അനുവദനീയമാക്കപ്പെട്ട ഒരു സമയം ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണെന്ത്? വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച ഒരു യുവാവ് എന്നുള്ള ഒരു പുരുഷൻ, യുവാവായിക്കോണെന്ന ഒരു പുരുഷൻ, ആ പുരുഷനായ വ്യക്തി എന്ത് ചെയ്യുക, ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ കാണുക. മാത്രല്ല, ആ കാണുന്ന സന്ദർഭത്തിൽ വികാരമുണ്ടെങ്കിലും ശരി, എന്തില്ല, അവിടെ പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റില്ല, ഹറാമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? എപ്പോഴാണ് കാണേണ്ടത്? അതൊരു പോയിന്റാണ്. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണഗതിയിൽ വിവാഹത്തിൽ പെണ്ണ് കാണുക പെണ്ണ് കാണുക എന്നുള്ളത് മശൂറ, എല്ലാവർക്കും അറിയണത്. അതെന്താ ഉണ്ടാവല്? ഒരാള് വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാല് ആദ്യം എന്ത് ചെയ്യും? ചില ആളുകൾ എന്ത് ചെയ്യും? ബ്രോക്കർമാരുമായിട്ട് ബന്ധപ്പെടലാണ്. ചില ആളുകളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളാണ്, എനിക്കറിയില്ല എങ്ങനെയൊക്കെയാണ്, പലയിടത്തും പല മോഡലായിരിക്കും. എല്ലാവരും ഇനി ബ്രോക്കർമാരെ എന്ത് ചെയ്യില്ല, പിന്നാലെ നടക്കാറില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എന്താണ്? ഒരു ബ്രോക്കറെ നമ്മൾ കണ്ടെത്തുകയാണ്. എന്തിനാ ഈ ബ്രോക്കറെ കണ്ടെത്തുന്നത്? ഇപ്പോ നാം കല്യാണം കഴിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനേക്ക് എന്ത് വേണം? ഒരു സ്ത്രീയെ കാണണം. അപ്പൊ ആദ്യമായിട്ട് ബ്രോക്കർമാരുമായി ബന്ധപ്പെടുന്നു. ഈ ബ്രോക്കർ ചുറ്റിക്കറങ്ങി നടന്ന് എന്തു ചെയ്യുന്നു? ഇദ്ദേഹത്തിനേക്ക് ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയാണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ ബ്രോക്കർമാരൊക്കെ അവസ്ഥ ഇപ്പൊ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ കുട്ടിയിലുള്ള അതല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്, കാരണം അദ്ദേഹത്തിനേക്ക് എന്ത് വേണം? ഈ ബ്രോക്കർ ബിസിനസ് ആണല്ലോ, എന്തെങ്കിലുമൊക്കെ ലഭിക്കണം. ഇതിനു വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ചുറ്റിക്കറങ്ങിക്കൊണ്ട് അന്വേഷിച്ച് ഇല്ലാത്ത ഒരുപാട് പൊള്ളുകൾ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ഈ കല്യാണം ഒപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമൊക്കെ നമ്മുടെ നാടുകളിൽ വന്നത് ഏത് രൂപത്തിലാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രിയമുള്ളവര്, നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഈ ബ്രോക്കറുടെ വർത്തമാനം കേട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് പെണ്ണ് കാണുക എന്നുള്ള ഈ ഒരു വിഷയം, അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ചില ആളുകളൊക്കെ പെണ്ണ് കാണാൻ പോലെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് ബ്രോക്കറെ വിടല്. ഞാനിത് പറയുന്നത് ബ്രോക്കർക്ക് നമ്മുടെ കുട്ടിയെ കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലേ? അവിടെ വിഷയം, അവിടെ കർമ്മശാസ്ത്രപരമായ വീക്ഷണം നമ്മൾ മനസ്സിലാക്കണം. ഈ ബ്രോക്കർക്ക് നമ്മുടെ കുട്ടിയെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. കടുത്ത ഹറാമാണ്, നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ല. ഇത് ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാം അടക്കമുള്ള ഓരോ വ്യക്തികളും നമ്മൾ ഓരോ വ്യക്തികളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ ആളുകളും ശ്രദ്ധിക്കണം. ഇത് ബ്രോക്കർമാരോട് നമുക്ക് എതിർപ്പുണ്ടായത് കൊണ്ടല്ല ഈ പറയുന്നത്. കാണിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി അവരെ കുറിച്ച് അന്വേഷിച്ചോട്ടെ, പ്രശ്നമില്ല. അവരുടെ ചുറ്റുവേഷണങ്ങള് ചുറ്റുഭാഗത്ത് ചെന്ന് അന്വേഷിക്കുക, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ അതിനൊന്നും ബ്രോക്കർ ആവശ്യമില്ല. നമ്മുടെ കാര്യം നമ്മൾ തന്നെ പോയി അന്വേഷിച്ചാൽ മതി. അപ്പൊ ആദ്യം അതൊക്കെ പറയും. ഫോട്ടോ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? അങ്ങനെ ബ്രോക്കർമാരെ നമ്മൾ പറഞ്ഞയക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ബ്രോക്കർക്ക് ഒരിക്കലും തന്നെ ഒരാളും തന്നെ സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി കഴിക്കപ്പെടാൻ വേണ്ടി പോകുന്ന മകളെ ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ പാടില്ല. ബ്രോക്കർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. വേറുള്ള അന്വേഷണങ്ങൾ എന്തെങ്കിലും നടത്തിക്കോട്ടെ, അവധിയിൽ നമ്മൾ ഇടപെടുന്നില്ല. ഇസ്ലാമികമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ബ്രോക്കർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ പിതാവിനോ? അത് വേറെ സംശയം. ചില നാടുകളിലൊക്കെ ചെയ്ത് ആദ്യം തന്നെ ഈ കല്യാണം കഴിക്കുന്ന പുരുഷനല്ല കാണാറുള്ളത്. സാധാരണഗതിയിൽ കാണാറുള്ളത് ചിലപ്പോ അമ്മോശനാവാൻ വേണ്ടി പോകുന്ന ഈ വാപ്പ പോയിട്ടാണ് കാണുക. അതും തെറ്റാണ്. വാപ്പാക്ക് കാണാനുള്ള അധികാരമുള്ളത് അത് വിവാഹം കഴിച്ചതിന് ശേഷമാണ്.
വിവാഹം കഴിക്കുന്നതാരാ? അത് മോനാണ്. അപ്പോൾ ആ കുട്ടിക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ. മറ്റൊന്ന് നടക്കാറുള്ള സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന മറ്റൊരു പെണ്ണ് കാണൽ ഏത് രൂപത്തിലാ? പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്. കല്യാണം കഴിക്കുന്നവനുണ്ടാവും, അവന്റെ കൂടെ 2-3 കൂട്ടുകാർ അല്ലെ? അങ്ങനെയല്ല എപ്പോഴും ഇല്ലേ? കർണാടകയിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഉണ്ടാവും. ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരിക്കും, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ ആളുകളും ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ 2-3 ആളുകളും കൂട്ടിയിട്ടാണ് കല്യാണം ഈ സ്ത്രീയെ, ഈ കുട്ടിയെ കാണാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് 2-3 പോകുന്നതിന് കുഴപ്പമില്ല, പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ പോകുന്നതവിടെ കാണുന്നതും ഈ പെൺകുട്ടി എന്ത് ചെയ്യും? എല്ലാവരും പോയിട്ട് അവിടെ ഇരിക്കും ഓഫീസ് റൂമില്. എന്നിട്ട് ഈ പെൺകുട്ടിയെ ഒരു വെള്ളവുമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞയക്കും. ഇങ്ങനെ ഈ 3 ആള് അല്ലെങ്കിൽ 4 ആള് കാണുകയാണ്. ഇത് ഒരാൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി കാണുന്നത്, ഇവന്റെ കൂട്ടുകാരെന്നുള്ള പേരിലാണ് കാണുന്നത്. എന്നിട്ട് ഇവനിക്ക് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പറ്റിയിട്ടുണ്ടാവും, കുട്ടി കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവൻ മറ്റുള്ള ആളുകളോടും കൂടെ അന്വേഷിക്കാണ്. എന്നിട്ട് അവർക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇവനും പറ്റിയില്ല. ഞാൻ പറഞ്ഞത് മറ്റുള്ള ആളുകൾ അഭിപ്രായം അന്വേഷിക്കുന്നതിനെ കുറിച്ചല്ല, കാണാൻ തന്നെ പാടില്ല. വിവാഹം കഴിക്കുന്ന വ്യക്തിയല്ലാത്ത മറ്റൊരാൾക്കും തന്നെ ആ പെൺകുട്ടിയെ കാണാൻ പാടുള്ളതല്ല. ഇനി ഈ വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് തന്നെ ഈ പെൺകുട്ടിയെ കാണാൻ പറ്റൽ അനുവദനീയമായ സാഹചര്യം അത് ശരിക്കും മനസ്സിലാക്കണം. നമ്മളിതൊക്കെ പറഞ്ഞപ്പോ ബ്രോക്കർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. അതുപോലെ മറ്റുള്ള ആളുകൾക്കൊന്നും കാണാൻ പാടില്ല, അതും അറിയുന്ന കാര്യം തന്നെ എന്ന് നോക്കുക. ഇനിയിപ്പോ ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അവന് തന്നെ എപ്പോഴാണ് കാണൽ അനുവദനീയമാകുന്നത് അത് നാം ശരിക്കും മനസ്സിലാക്കണം. എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ് അവൻ വിവാഹം കഴിക്കും എന്ന് അസ്മ് ചെയ്തതിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ ഉറപ്പുവരുത്തിയതിന് ശേഷം ഇനിയിപ്പോ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ഈ കുട്ടിയെ കാണല് മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി അതിന് ശേഷം ഇനിയിപ്പോ എന്താണ്? കുട്ടിനെ കാണണം. കാരണം കാണാതെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. കാരണം കാണുക എന്നുള്ളത് വിശുദ്ധമായ ഇസ്ലാം തന്നെ അത് സുന്നത്താക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്ത്? ഈ വിവാഹം കഴിക്കുന്ന വ്യക്തിയും അതുപോലെ വിവാഹം കഴിക്കപ്പെടുന്ന സ്ത്രീയും പരസ്പരം കാണുക എന്നുള്ളത് അത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇത് കാണേണ്ടത് എപ്പോഴാണ്? അതാണ് ബഅദൽ അസ്മി അലൻ നിക്കാഹി. നിക്കാഹ് കഴിക്കും എന്നുള്ളതിന്റെ മേലിൽ ദൃഢനിശ്ചയം ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനിയിപ്പോ ഉറപ്പിന്റെ വിഷയം എവിടെ മാത്രമേ ഉള്ളൂ? കാണുന്ന വിഷയത്തിൽ കുട്ടി കുഴപ്പമുണ്ടോ ഇല്ലേ, കുട്ടി കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ള വിഷയത്തിൽ മാത്രമാണ് ഇവിടെ ഒരു സംശയമുള്ളത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അതിന് നാം എന്ത് ചെയ്യണം? ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച ആൾ നമ്മൾ പെണ്ണ് കാണുക എന്നുള്ളതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ആദ്യമായിട്ട് എന്ത് വേണം? അന്വേഷണം നടത്തണം. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ സാധാരണഗതിയിൽ ആദ്യമായിട്ട് അന്വേഷണം നടത്തലിപ്പോ എന്താണ്? സാധാരണഗതിയിൽ ഇപ്പൊ ആദ്യമായിട്ട് അന്വേഷണം നടത്തൽ എന്താ? ഈ സ്ത്രീധനം വാങ്ങുന്ന ഒരു സാഹചര്യം ആണ് എങ്കിൽ ഇപ്പൊ ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ്? എത്ര കൊടുക്കുന്നുള്ളതാ. എത്ര പെങ്ങളെ മകൾക്ക് നിങ്ങൾ കൊടുക്കുക എന്നാ ചോദിക്കുന്നത്. എത്ര സ്വർണം, എത്ര പവൻ സ്വർണം. പിന്നെ സ്ത്രീധനം എന്ന് പറഞ്ഞ ആ സാധനം അതെത്രയാണ്, എത്ര സംഖ്യയാണ്, എത്ര ലക്ഷമാണ്. ഇതൊക്കെയാണ് ഇപ്പോ ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ. ഇന്ന് മുസ്ലിം ലോകം എന്ന് പറഞ്ഞാൽ എല്ലാ ലോകത്തുണ്ട്. ഇത് എല്ലാ ലോകം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തുണ്ട് എന്നർത്ഥം. ഇതിപ്പോ നമ്മുടെ നാട്ടിലെ മാത്രം പ്രശ്നമല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. സൗജർജ്യം നടക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും രണ്ട് കണക്കാണെന്ന് മാത്രം. സ്ത്രീധനമല്ല, പിന്നെന്താണ്, പിന്നെ വേറെ വിഷയത്തിലാണ്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണഗതിയിൽ ആദ്യമായിട്ട് അന്വേഷിക്കാറുള്ളത് ഇപ്പൊ നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ എന്താ കൊടുക്കുക എന്നുള്ളതാ. അവർക്ക് എത്തിക്കണേ എന്താണ് ഇപ്പൊ നിങ്ങൾ കൊടുക്കുക?
അപ്പൊ ഇന്നത്തെ സ്ഥിതിയിൽ അത് ആദ്യം അന്വേഷിച്ച് അവർക്ക് ഉറപ്പുവരുത്തണം. ഇതിപ്പോ നമ്മൾ സാധാരണ എന്നിട്ടോ നമ്മളിപ്പോ ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റ്. ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ ശരിക്കൊരു കച്ചവടം പോലെയാണ്. ഇപ്പൊ നമ്മൾ ഈ മൂരിനെ കച്ചവടം ചെയ്യണമെങ്കിൽ ആദ്യം ഈ മൂരിനെ ഒന്ന് കാണും. അല്ലേ? ഈ മൃഗ കച്ചവടം ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയാൽ ആദ്യമായിട്ട് മൃഗത്തിനെ കണ്ടിട്ടാണ് വില പറയല്. ഇന്ന് ഈ കോലത്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ എവിടേക്ക് പോകുന്നത്? നമ്മുടെ സമുദായം മതപ്പതിച്ചുകൊണ്ട് അതേ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പെണ്ണ് കാണുക എന്നുള്ള ആ ഒരു സംഭവം, അത് വിശുദ്ധമായ ഇസ്ലാം സുന്നത്താക്കപ്പെട്ട ഒരു കാര്യം, അതൊരു സുന്നത്തല്ലാത്ത ഹറാമായ രൂപത്തിലേക്ക് നാം വഴിതെറ്റിച്ചു കൊണ്ടുപോയി എന്ന് മാത്രമല്ല നാം ചെയ്യുന്നത് അതിനേക്കാളും അപ്പുറം ആദ്യമായിട്ട് കാണുക ചെയ്യുന്നത്, എന്നിട്ടാണ് മറ്റുള്ള ഡിമാൻഡുകളൊക്കെ വെക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല വേണ്ടത്. ആദ്യമായിട്ട് നാം ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ സംഭവം തന്നെ അതെന്തായാലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല പ്രിയമുള്ള സഹോദരന്മാരെ. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് നാട്ടു നടപ്പിൽ ഉണ്ടായത് കൊണ്ട് അങ്ങനെയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യട്ടെ ആദ്യമായിട്ട്. ആ ചർച്ചകളെല്ലാം അവസാനിച്ചതിന് ശേഷമാവണം ഈ പെൺകുട്ടിയെ കാണാൻ. അതല്ലാതെ ആദ്യം തന്നെ കണ്ടിട്ട് അവർ വെച്ച ഡിമാൻഡുകൾ ഇത്രയും പൈസ എനിക്ക് പോരാ, എന്നാൽ കല്യാണം കഴിക്കുന്നില്ല എന്നൊരു രൂപത്തിലേക്ക് നാം അതപ്പതിച്ചുകൂടാ. അപ്പോൾ നമ്മുടെ ആ കാണലും ഹറാമായി വരുന്നു. അപ്പോൾ ഏകദേശം നാം എന്ത് ചെയ്യണം? എല്ലാ വിഷയങ്ങളും അന്വേഷണം നടത്തണം. ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കണം, ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കുറിച്ച് അന്വേഷിക്കണം, അവരുടെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷം ഇനി ഈ കുട്ടിയുടെ ഭംഗിയിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെ ഒരു അവസ്ഥയെത്തി ഈ പ്രശ്നം ഓക്കെ ആണെങ്കിൽ, ഈ കുട്ടിയുടെ ഭംഗിയിൽ ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ, കുട്ടി കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കും എന്നുള്ള ഒരു അസീമത്ത്, ദൃഢനിശ്ചയം അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ കുട്ടിക്ക് അങ്ങോട്ടും, ഈ ഭർത്താവാൻ വേണ്ടി പോകുന്ന വ്യക്തിക്ക് ഇങ്ങോട്ടും കാണൽ അനുവദനീയമാണ്. എവിടെ കാണാൻ പറ്റുക? എവിടെ കാണാൻ പറ്റുക? അതൊരു സംശയമാണ്. സംശയമല്ല, പല ആളുകളും പല രൂപത്തിൽ കാണുക. എന്തെല്ലാം കാണാം? അതെ, വീട്ടിൽ വെച്ച് കാണാം. അതൊന്നേ. അതായത് കാണാൻ പറ്റുന്ന സ്ഥലം, മുഖവും മുൻകൈയും മാത്രമാണ് അനുവദനീയം കാണൽ. മുഖവും മുൻകൈയും മാത്രമാണ് അനുവദനീയമാക്കപ്പെട്ട കാണൽ. അതായത് നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്, നിസ്കരിക്കുന്ന സമയത്തിൽ സ്ത്രീയുടെ ഔറത്ത് അതേതാണ്? മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഔറത്തല്ലേ? അപ്പൊ ഇവിടെ ഔറത്ത് അല്ല, മുഖവും മുൻകൈയും. ആ രൂപത്തിൽ മുഖവും മുൻകൈയും എന്തായാം? കാണാം. അവിടെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ഓക്കെ, സംശയമുള്ളതൊക്കെ പിന്നെ ചോദിച്ചോളൂ. പിന്നെ മുഖവും മുൻകൈയുമാണ് കാണാൻ പറ്റുന്നത്. അവിടെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു ഈ മുഖവും മുൻകൈയും രണ്ട് കാര്യങ്ങൾ. മുഖം കണ്ടാൽ എന്ത് ചെയ്യും? ആ പെൺകുട്ടിയുടെ ഭംഗി മുഖം കണ്ടാൽ തന്നെ അറിയാൻ കഴിയും. പിന്നെയോ മുൻകൈ കണ്ടാലോ? ആ മുൻകൈ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ശരീരത്തിന്റെ മാർദ്ദവവും ഉരവുമെല്ലാം അറിയാൻ കഴിയും. മാർദ്ദവം എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലേ? വളരെ മാർദ്ദവമായ ശരീരമാണോ അല്ലേ? ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതാണ്. അത് വളരെ കറക്റ്റാണ്, യാതൊരു സംശയമില്ല. നമ്മളിപ്പോ ഇന്ന് പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇന്ന് ബയോളജിക്ക് സർവേ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ യാഥാർത്ഥ്യങ്ങളൊക്കെ ഒന്നും കൂടെ വ്യക്തമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ട് മുഖം കണ്ടാൽ എന്ത് ചെയ്യും? ഈ കുട്ടിയുടെ ഭംഗി അറിയാൻ കഴിയും. കാരണം മുഖത്തിനാണ് ഭംഗി, അതെല്ലാവർക്കും അറിയാം. പിന്നെ മുൻകൈ കണ്ടാൽ മതി. ആ കുട്ടിയുടെ ശരീരത്തിന്റെ ഉരം, അതേപോലെ മിനുസം, മാർദ്ദവം, ഇത് അറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് മാത്രം നോക്കിയാൽ മതിയല്ലോ. മറ്റുള്ള കാര്യങ്ങളൊക്കെ
നോക്കൽ വിശുദ്ധമായ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇവിടേക്ക് നോക്കലാണെങ്കിലോ സുന്നത്താണ്. ഇത് കാണലേ, പെണ്ണ് കാണൽ സുന്നത്താ. ചില ആളുകളുണ്ട് ബാപ്പാനെ പറഞ്ഞയക്കും അല്ലെങ്കിൽ ഉമ്മാനെ പറഞ്ഞയക്കും, എന്നിട്ട് അവർക്ക് പറ്റിയ എനിക്കും പറ്റി, വലിയ ഇതാണ് കലാമേ വർത്താനത്തിൽ എന്താണ് വളരെ ഓവർ. അവർക്ക് പറ്റിയ എന്റെ ഉമ്മിപ്പല്ലേ ഓൾക്ക് പറ്റിയപ്പോ ഇനിയിപ്പോ എനിക്ക് അഭിപ്രായം ഒന്നുമില്ലാതാ. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരു കലാം അവർക്ക് വലിയൊരുത്താനം മാത്രം. വിശുദ്ധമായ ഇസ്ലാം പഠിച്ചെത്തിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, വല്ലൊരുത്തനും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണട്ടേന്നാ. അങ്ങോട്ടും കാണണം. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. സ്ത്രീകൾ അങ്ങോട്ട് കാണുമ്പോൾ സ്ത്രീ ഇങ്ങോട്ടും നോക്കണം, കാണും വേണം, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തും വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോ മുൻകൈയും മുഖവുമാണ് ഈ വ്യക്തിക്ക് എന്ന് പറയുന്ന വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് കാണൽ അനുവദനീയമാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പിന്നൊരു സംശയം, ഇങ്ങനെ പോയി കല്യാണം കഴിക്കുന്ന ഈ ചെറുപ്പക്കാരൻ അതല്ലെങ്കിൽ ആരാവട്ടെ പോയാല് ഇങ്ങനെ മുഖവും മുൻകൈയും കണ്ടാല് മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു. മുടിയുണ്ടോ, തലമുറ മുടിയുണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോ ചൊവ്വുണ്ടോ, കാരണം ചൊവ്വി മുഖം മറക്കുമ്പോൾ മുഖമല്ലാതെ മറ്റൊന്നും കാണാൻ പാടില്ല, ചൊവ്വി മറക്കണം കേട്ടോ, വേറെ കാര്യം. പിന്നെ മറ്റുള്ള എന്തെങ്കിലും അയബുകളുണ്ടോ എന്നൊക്കെ എങ്ങനെ അറിയാം? അതൊരു സംശയമാണ് അല്ലേ? അതൊരു സംശയം തന്നെയാണ്. അതെങ്ങനെ അറിയും? അപ്പൊ അതൊന്നും അറിയണ്ടേ? അതിനാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? അത് നമ്മളല്ല കാണേണ്ടത്. ആ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒരു സ്ത്രീയെ പറഞ്ഞയക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. അതേത് സ്ത്രീ ആയാലും കുഴപ്പമില്ല, ഏത് സ്ത്രീ ആയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മോട് ബന്ധപ്പെട്ട ആളുകളെ തന്നെ പറഞ്ഞയക്കുമ്പോൾ സത്യം മാത്രം പറയുകയുള്ളൂ എന്നുള്ള വിശ്വാസയോഗ്യതയുള്ള വിശ്വസ്തയായ ഒരു സ്ത്രീ എന്ത് ചെയ്യുക? പറഞ്ഞയക്കും. ഒരു സ്ത്രീ അല്ലെങ്കിൽ അതിനാണ് ഇപ്പൊ നമ്മൾ നാടുകളിൽ പെങ്ങന്മാരെ കൊണ്ടുപോകുന്നത്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്ത് ചെയ്യും? പെങ്ങന്മാരെ കൊണ്ടുപോയത് കുഴപ്പമില്ല, ഉമ്മാനെ പറഞ്ഞയക്കാം, പെങ്ങന്മാരെ പറഞ്ഞയക്കാം. കാരണം അവർക്ക് ശരിക്കും എന്ത് ചെയ്യാം? ഈ ആണിന് ഇപ്പൊ കാണാൻ പറ്റുന്ന എവിടെ മാത്രമേ ഉള്ളൂ? മുഖവും മുൻകൈയും മാത്രം. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യാൻ കാണാം? മറ്റുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലം എന്നല്ല പറഞ്ഞത്, സ്ത്രീകൾക്ക് പരസ്പര ആവൃത്തുണ്ട്. ആ സ്ഥലങ്ങളല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണാം, മുടി കാണാം, അതുപോലെ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള എല്ലാ സ്ഥലങ്ങളും എന്ത് ചെയ്യാം? കാണാൻ കഴിയും. കാണാൻ പറ്റുമോ വെച്ചിട്ട് അയച്ചു നോക്കണം എന്നല്ല പറഞ്ഞത്, കാണാൻ കഴിയുമെങ്കിൽ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സംശയം വേണ്ട. അപ്പൊ പിന്നെ നമുക്ക് ആ മറ്റേ സംശയം എന്ത് ചെയ്യാം? ദൂരീകരിക്കാൻ കഴിയുമെന്ത്? ഇങ്ങനെ ഒരാണ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന ഈ വ്യക്തി മാത്രം പോയിട്ട് മുഖവും മുൻകൈയും കണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയോന്നൊരു സംശയം, അതിനാണ് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സ്ത്രീയെയാണ് പറഞ്ഞയക്കേണ്ടത്. സ്ത്രീകളെ പറഞ്ഞയക്കുക. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പിലുള്ളത് തന്നെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ചില അനാചാരങ്ങൾ നടന്നു വരുന്നു എന്ന് മാത്രം. അതിൽപ്പെട്ടതാണ് ചിലതാണ് ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിച്ചത്. ഒന്ന്, അന്വേഷണങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ കാണുക എന്നുള്ളത്. അത് തെറ്റാണ്, ഹറാമാണ്. അന്വേഷണങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് കുട്ടിയെ കാണുക. ആദ്യം കുട്ടിയെ കണ്ടിട്ട് വേറെ പറയാം, അത് പറ്റില്ല. ആരോഗ്യത്തിൽ നടക്കുന്നത് അതല്ല വേണ്ടത്. അന്വേഷണങ്ങളൊക്കെ പൂർത്തിയായി ഇനി അവശേഷിക്കുന്നത് ഈ കുട്ടിയുടെ ഭംഗിയിൽ മാത്രമാണ്. അത് പലർക്കും പല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് വളരെ 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 ശാസ്ത്രീയപരമായി മനഃശാസ്ത്രപരമായിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളത്, കല്യാണം കഴിക്കുന്നവനാണ് നോക്കേണ്ടത്, അവനാണ് കാണേണ്ടത്. അവന് ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കുക, പിന്നെ മറ്റുള്ള അഭിപ്രായം അവിടെ ആവശ്യമില്ല. മനസ്സിലായോ? കാരണം പല ആളുകൾക്കും പല രൂപത്തിലായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് ആ കുട്ടി എന്ത് ചെയ്യും? സൗന്ദര്യമായിട്ട് തോന്നും, മറ്റു ചിലർക്ക് തോന്നൂല. അപ്പൊ ഇവിടെ നമ്മൾ കല്യാണം കഴിക്കുന്ന ആൾ ആരാണോ അദ്ദേഹത്തിനെ കൊള്ള ചേർത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിലേക്ക് ആ കുട്ടി ഭംഗിയുള്ളവളായിട്ട് അനുഭവപ്പെട്ടോ എന്നാൽ അവൻ കല്യാണം കഴിക്കാം, യാതൊരു വിരോധമില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മറ്റുള്ളതൊക്കെ എന്താണ്? അനാചാരങ്ങളാണ്, നമ്മൾ വെറുതെ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുറെ വിവാഹങ്ങളൊക്കെ മുടങ്ങി പോകുന്നു. മാത്രമല്ല അതൊക്കെ എന്താണ്? നിഷിദ്ധമാണ്. കൂട്ടുകാർ കാണല്, വാപ്പ് കാണല്, അതുപോലെ ബ്രോക്കർമാര് കാണല്, ഇതൊക്കെ എന്താണ്? തെറ്റാണ്. ഇനി കല്യാണം കഴിക്കുന്നവൻ തന്നെ കാണേണ്ടത് മറ്റുള്ള ഡിമാൻഡുകളൊക്കെ യോജിച്ചതിന് ശേഷം അവസാനമായിട്ടാണ് കാണേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ ഇവിടെ സ്ത്രീകൾക്കുള്ള ഔറത്ത് അത് നമ്മൾ ഒന്ന് പറഞ്ഞപ്പോ എന്താണ്? നിസ്കാരത്തിലുള്ള ഔറത്ത്.
മുട്ടുപുക്കളിന്റെ ഇടയിൽ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ സ്ഥലവും അത് സ്ത്രീകൾ എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ മറച്ചിരിക്കണം. ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരെ തൊട്ട് ഒരു സ്ത്രീയുടെ ഔറത്ത് മുഴുവൻ ഔറത്താണ്. മുഴുവൻ സ്ഥലങ്ങളും ഔറത്താ. അന്യപുരുഷന്മാരെ തൊട്ട് ഒരു സ്ത്രീയുടെ ഔറത്ത് അവളുടെ ശരീരം മുഴുവനുമാണ്. ഞാനിവിടെ ചെറിയ ഒരു ചർച്ച ഇടുകയാണ്. അതായത് അപ്പൊ ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും. സംശയം വേണ്ട, പണ്ഡിതന്മാർക്കിടയിൽ ചില ഒരു അഭിപ്രായം, പക്ഷെ അത് നോക്കി വരുമ്പോ ഒക്കെ ഒന്ന് തന്നെ, അത് ശരിക്കും മനസ്സിലാക്കണം. ചില ആളുകൾ പറയും ഇന്ന ആള് ഇന്ന പണ്ഡിതൻ മുഖവും മുൻകൈയും ഔറത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും. മുഖവും മുൻകൈയും സ്ത്രീയുടേത് ഔറത്തല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ചില തഫ്സീറുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മറ്റുള്ള സ്ഥലങ്ങളാണ് മറക്കേണ്ടത്. ഇത് പ്രശ്നമല്ല. അതായത് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെ മുഖവും മുൻകൈയും അന്യപുരുഷന്മാരെ തൊട്ട് ഔറത്തല്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം അന്യപുരുഷന്മാർക്ക് അത് കാണൽ അനുവദനീയമാണ് എന്നോ അല്ലെങ്കിൽ സ്ത്രീക്ക് അത് അന്യപുരുഷന്മാർക്ക് കാണിച്ചു കൊടുക്കാം എന്നോ അല്ല, ഒരിക്കലുമല്ല. അതെങ്ങനെയാണ് അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഒരു സ്ത്രീ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ, ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മുഖവും മുൻകൈയും ഔറത്താണ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ മറക്കൽ നിർബന്ധമാണ്. ആണുങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം മറക്കൽ നിർബന്ധമാവും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമല്ല. എന്ത് ചെയ്യാം? ആരുമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ആ സ്ത്രീക്ക് മുഖവും മുൻകൈയും അവിടെ മറക്കേണ്ട ആവശ്യമില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ. നേരെ മറിച്ച് ഈ സ്ത്രീ ഇങ്ങനെ ഇനിയിപ്പോ ഔറത്തല്ല എന്ന് പറയുന്ന ആളുകളും പറയുന്നത് എന്ത് തന്നെയാണ്? സ്ത്രീയെ അന്യപുരുഷന്മാര് കാണും എന്നുണ്ട് എങ്കിൽ ആ അന്യപുരുഷന്മാർക്ക് സ്ത്രീയെ കാണൽ എന്താണ്? ഏതായാലും ഔറത്തല്ലെങ്കിലും കാണൽ എന്താണ്? അന്യപുരുഷന്മാർക്ക് ഈ സ്ത്രീയുടെ മുഖവും മുൻകൈയും അത് കാണാൻ പാടില്ല. അപ്പൊ അങ്ങനെ നോക്കും എന്ന് ഉണ്ട് എങ്കിൽ ഫിത്ന ഭയപ്പെടുന്നത് കൊണ്ട് എന്തായാലും സ്ത്രീ എന്ത് ചെയ്യണം? മറച്ചിരിക്കണം. കാരണം അതല്ലെങ്കിൽ ഈ ഫിത്നയിലേക്ക് കൂട്ടുന്ന ഒരു കാരണം ഈ സ്ത്രീയിൽ നിന്നും ഉണ്ടായി വരുന്നു എന്നുള്ളത് കൊണ്ട് അതും മറക്കലും തന്നെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ടോട്ടലായിട്ട് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമല്ലാത്ത സാഹചര്യത്തിൽ അവളുടെ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ ഭാഗങ്ങളും മറക്കൽ നിർബന്ധമാണ്. അപ്പൊ വേറെ സംശയം, ഇനി ഒരു സ്ത്രീ സംസ്കരിക്കുന്നത് അത് ആണുങ്ങളൊക്കെ ഉള്ള സ്ഥലത്തു നിന്നാണെങ്കിലോ അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ? ഒരു സ്ത്രീ നിസ്കരിക്കുന്നത് അന്യപുരുഷന്മാരുള്ള സ്ഥലത്തു നിന്നാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മറക്കണോ മറക്കണ്ടേ? മുഖവും മുൻകൈയും നമ്മൾ പറഞ്ഞത് എന്താണ്? മുഖവും മുൻകൈയും നിസ്കാരത്തിൽ ഔറത്തല്ല എന്ന് പറഞ്ഞേ. നിസ്കരിക്കുന്ന സമയത്ത് മുഖവും മുൻകൈയും ഔറത്തല്ല എന്നാ പറഞ്ഞത്. അപ്പൊ അന്യപുരുഷന്മാരുണ്ടാകുന്ന സമയത്ത് ഈ സ്ത്രീ നിസ്കരിക്കണമെങ്കിൽ മറക്കണോ മറക്കണ്ടേ? മറക്കണം. അതെ, മറക്കണം. മറക്കുകയാണ് വേണ്ടത്. കാരണം ഇവിടെ എന്താണ്? അന്യപുരുഷന്മാരുണ്ട് എങ്കിൽ എന്തായാലും മറക്കണം. അവിടെ യാതൊരു സംശയമല്ല. പിന്നെ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നെറ്റിത്തട നിലത്ത് വെക്കാൻ വേണ്ടി സുജൂദ് ചെയ്യുന്ന സമയത്ത് തുറക്കേണ്ടി വരും കേട്ടോ, അത് വേറെ കാര്യം. നേരെ മറിച്ച് അന്യപുരുഷന്മാരൊന്നും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് സ്ത്രീ എങ്ങനെ മുഖവും മുൻകൈയൊക്കെ മറച്ചു നിസ്കരിക്കൽ കറാഹത്താണ്. അത് വേറെ വിഷയം. എന്ത്? അന്യപുരുഷന്മാരൊന്നും ഇല്ലാത്ത സമയത്ത്. അന്യപുരുഷന്മാരുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? മറക്കുക തന്നെ വേണം നിസ്കാരത്തിലാണെങ്കിലും. പക്ഷെ നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നെറ്റിത്തടം വെളിവാക്കിയും കൊണ്ട് തന്നെ നിലത്ത് വെക്കണം. അപ്പൊ കാണുന്നില്ല. നെറ്റിത്തടം നിലത്ത് വെക്കുമ്പോൾ കാണൂല. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ ഔറത്ത് അല്ലാത്ത സ്ഥലത്തേക്കാണ് സ്ത്രീയുടെ മുഖവും മുൻകൈ ഇതിലേക്കാണ് ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുരുഷൻ നോക്കേണ്ടത്. മറ്റുള്ള സ്ഥലങ്ങൾ, മുടി പോലത്തെ സ്ഥലങ്ങൾ കാണണം എങ്കിൽ അത് ഇവന്റെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെയോ വിശ്വസ്തയായ മറ്റുള്ള സ്ത്രീയെയോ പറഞ്ഞയച്ചുകൊണ്ട് അവൻ അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ തൊട്ടുനോക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അറിയും അങ്ങനെയൊന്നും പാടില്ല.
ഈ സ്ഥലത്ത് കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, തൊട്ടു നോക്കാന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ എന്താണ്, ഹറാമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇനി മറ്റൊരു ചർച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. എന്താ രേഖപ്പെടുത്തുന്നത്? മൊത്തത്തിൽ ഒരു പുരുഷൻ, ആ പുരുഷന് മറ്റൊരു സ്ത്രീയെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പറ്റില്ല. അത് എല്ലാവർക്കും അറിയാം. അത് വയസ്സായ ഒരു വ്യക്തിയാണെങ്കിലും, എന്ത് കാണുന്ന ആളെ വയസ്സായി വാർദ്ധക്യമെത്തിയ ആളാണെങ്കിലും ശരി, അജ്നബിയായ അന്യ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഒരു വസ്തുവും കരുതിക്കൂട്ടി കാണൽ അതെന്താണ്, ഹറാമാണ് എന്ന് നാം മനസ്സിലാക്കുക. അവിടെ എന്തു വേണ്ട, അവിടെ എന്തു വേണ്ട, ശഹവത്തില്ലാതെയാണ് ഞാൻ നോക്കുന്നതെന്ന് ഒരാൾ പറയണ്, എന്നാലും പാടില്ല. അതല്ലെങ്കിൽ അമ്നിൽ ഫിത്ന, ഫിത്ന നിർഭയാണ്, ഫിത്ന നിർഭയമാണ്, എന്നാലും ശരി കാണാൻ പാടില്ല എന്ന് തന്നെയാണ്. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം എന്നാണ്. അവർ എന്ത് ചെയ്യണം, അന്യ സ്ത്രീകളെ തൊട്ട് അവരുടെ കണ്ണുകളെ ചിമ്മിക്കളയണം, ഒരിക്കലും കാണാൻ പാടില്ല. കാരണം അത് വിശുദ്ധമായ ഇസ്ലാം ഇവിടെ ഒരുപാട് വലിയ വലിയ വിഷയങ്ങളിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ അതിലേക്ക് വരുന്ന സാഹചര്യത്തെ പാടെ കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോ സ്ത്രീ പീഡനത്തെക്കുറിച്ചും മറ്റുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗംഭീരമായി വേൾഡിൽ തന്നെ ലോകം മുഴുവനും, പ്രത്യേകിച്ച് ഇപ്പൊ കേരളക്കരയിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്കൊക്കെ ചെന്ന് കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധമായ ഇസ്ലാം ഇതൊക്കെ എത്രയോ പുറകെയാണ് നിൽക്കുന്നത്. 1400 വർഷക്കാലം മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ വലാ തഖറബുസ് സിനാ, ആ വാക്ക് തന്നെ പോലെ സിന ചെയ്യരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്. അന്യ സ്ത്രീയുമായിട്ട് അവിഹിതമായി നിങ്ങൾ ബന്ധപ്പെടരുത് എന്നല്ല പറഞ്ഞത്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ പോയിന്റ് വലാ തഖറബു, അടുക്കുക പോലും ചെയ്യരുതാ പറഞ്ഞത്, ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. വലാ തഫ്അലുനോ വലാ തസ്നി എന്നൊന്നല്ല പറഞ്ഞത്. നിങ്ങൾ ആ പ്രവർത്തനത്തോട് അടുക്കുക പോലും ചെയ്യല്ലേന്നാ അവിടെ തന്നെ ഉപയോഗിച്ചത്. എന്നിട്ടോ ആ അടുക്കുക പോലും ചെയ്യരുത്. അപ്പൊ തന്നെയാണ് കൂടുതൽ മനുഷ്യനെ വഴികേടുത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവന്റെ സാഹചര്യങ്ങളാണ്. തീർച്ചയായിട്ടും സാഹചര്യമാണ്. ചിലപ്പോ നല്ല മനുഷ്യനായിരിക്കും, ഇദ്ദേഹം നല്ല മനുഷ്യനായിരിക്കും, 5 വഖത്ത് നിസ്കരിക്കുന്നവനായിരിക്കും, അതുപോലെ അദ്ദേഹം എല്ലാ നിലക്കുള്ള നല്ല മനുഷ്യൻ എല്ലാവരും അറിയപ്പെടുന്ന ആളായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ സാഹചര്യം ഒരു സമയത്ത് ആ സാഹചര്യത്തിന് അദ്ദേഹം വഴിപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നല്ല ചരിത്രം അത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ 7 ആളുകൾക്ക് അർശിന്റെ തണല് കിട്ടും. ആ തണല് കിട്ടുന്നതിൽ ഒരു വിഭാഗം ആളുകൾ ആരാ? സുന്ദരിയായ വളരെ തറവാടിത്തമുള്ള ഒരു സ്ത്രീയെ കാണുകയും ആ സ്ത്രീ അവൾ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് ഉച്ചേശ്വരം പ്രഖ്യാപിക്കുന്ന വ്യക്തിക്ക് അർശിന്റെ തണലുണ്ടെന്ന സദഖത യാ റസൂലല്ലാഹ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ സ്വന്തം ശരീരത്തിലേക്ക് ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി, പുറത്തേക്കല്ല, സ്വന്തം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെ സാഹചര്യം വരുമ്പോൾ നമ്മളൊക്കെ എന്താണ് ചെയ്യുകയാണ്? അങ്ങനെ ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറഞ്ഞ് വല്ലൊരുത്തനും മാറിയോ എന്നാ പിന്നെ അവനിക്ക് അർശിന്റെ തണൽ ഉറപ്പാ. പക്ഷെ അത് കഴിയണമെങ്കിൽ അതിന് അചഞ്ചലമായ വിശ്വാസം അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈമാൻ, വിശ്വാസം അല്ലാഹു വർദ്ധിപ്പിച്ചു പെരുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ സാഹചര്യം മനുഷ്യനെ വഴികേടിത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ വിശുദ്ധമായ ഇസ്ലാം അതിന്റെ വാതിലുകളെല്ലാം പാടെ കൊട്ടിയടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ തന്നെ അവൻ അവൻ വാർദ്ധക്യമുള്ളവനാണെങ്കിലും ശരി, അന്യ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഒരു വസ്തുവും കണ്ടുകൂടാ.
നോക്കാൻ പാടില്ല. അവിടെ അവന് വികാരം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അതല്ലെങ്കിൽ ഫിത്ന ഉണ്ടാവട്ടെ ഇല്ലാതെ ഇരിക്കട്ടെ, എങ്ങനെയും കാണാൻ പാടില്ല. ഇത് പറഞ്ഞാൽ നേരെ കാണല കേട്ടോ, നേരെ കാണുക. ഇനിയിപ്പോ അവിടെ കുറെ സംശയമുണ്ട്. എന്താ സംശയം? ഇവിടെ കുറെ സംശയം ഉണ്ടാവുമല്ലോ. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, എന്തറിയോ, കണ്ണാടിയിൽ നോക്കുന്നതിന് വിരോധമല്ല എന്ന് അവിടെ തന്നെ കാണാം. ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ കണ്ണാടിയിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ കാണുന്നതിന് വിരോധമല്ല എന്ന് കാണാം. ഇതെവിടെ, ഇതെപ്പോ, അതും കൂടെ ചിന്തിക്കണം. ഇത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പറയുന്നത് എന്ത്, കണ്ണാടിയിലൂടെ കാണാൻ. കണ്ണാടിയിലൂടെ കാണുക എന്നപ്പോ നമ്മൾ കാർ ഓടിച്ചു പോകുമ്പോ ഈ കാറിന്റെ ഗ്ലാസ്, കണ്ണാടിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്, ഒരു ഉദാഹരണം, ആ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കിയ ബാക്കിൽ ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ ആ സ്ത്രീ എങ്ങനെ കാണാൻ കഴിയുമല്ലോ, ഇല്ലേ? കാണൂലേ? ബാക്കിൽ തന്നെ, കാറിന്റെ ബാക്കിലല്ല, അവിടെ വഴിക്ക് നിൽക്കണമെങ്കിലും കാർ ഓടിച്ചുന്ന ആൾക്കറിയപ്പെട്ടത് കാണുന്നു, കാരണം റോഡ് മുഴുവൻ കാണുന്ന ആളാ. അതെ, ഇങ്ങനെ കാണുമ്പോൾ ഇത് ഹറാമില്ല എന്ന് രേഖപ്പെടുത്തുന്നു. പക്ഷേ അവിടെ ഒരു കാര്യം, ഈ അങ്ങനെ പറഞ്ഞു, കണ്ണാടിയൂടി കാണാൻ പറഞ്ഞു, പറഞ്ഞിട്ട് കണ്ണാടിയൂടി മുഴുവൻ നോക്കി ആനന്ദിക്കണ്ട, അവിടെ തന്നെ പോയി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ശഹ്വത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാ. ആ പോയിന്റോടുകൂടെ അത് ശരിക്ക് ആ വാക്കിൽ വളരെ ഒരു ചെറിയ ഒരു അംശം മാത്രമേ ചാൻസ് ഉള്ളൂ നോക്കാൻ. എന്തുകൊണ്ട്? ശഹ്വത്ത് ഉണ്ടാകാൻ പാടില്ല. ശഹ്വത്തില്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം? നോക്കാം, അതിന് വിരോധമല്ല. ശഹ്വത്ത് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണം? എല്ലാവർക്കും ഈ ശഹ്വത്തും ഫിത്ന അമ്നുൽ ഫിത്ന എന്ന് ശഹ്വത്ത് ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും. എന്താ ഈ ശഹ്വത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതും കൂടെ അറിയാണല്ലോ. എന്താ ഇപ്പോൾ ശഹ്വത്ത്? ശഹ്വത്ത് പറഞ്ഞ ആരാ, എന്താണ്? പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ സ്ത്രീ ജമാഅത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ കേൾക്കാൻ കഴിയും ശഹ്വത്ത്, അതുപോലെ അമ്നുൽ ഫിത്ന അല്ലെങ്കിൽ വൽ ഫിത്നത്തുൽ ആന മുഹഖഖത്ത്, ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല ഒരുപാട് കാര്യങ്ങൾ. എന്താ ഈ ഫിത്ന, എന്താ ശഹ്വത്ത്? അത് ശഹ്വത്ത് വികാരം. എന്താ ഈ വികാരം കൊണ്ട്? ഇപ്പൊ വികാരം എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും എന്താ അർത്ഥം? വികാരം, അതെ, ഓക്കെ, ശഹ്വത്ത് പറഞ്ഞ വികാരം തന്നെ. പക്ഷെ ഈ വികാരം, ഈ നോട്ടത്തിൽ ഇപ്പൊ വികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, അത് വളരെ ഉസാറായി, രസിക്കൽ. വളരെ മലയാളം, നല്ലൊരു മലയാളം വന്നു, രസിക്കൽ. അതായത് അത്തലദ്ദുദു ബിന്നദരി, നോട്ടം കൊണ്ട് രസിക്കൽ. ഇതാണ് ഇപ്പൊ നോക്കുന്നോടത്തുള്ള ശഹ്വത്ത് പറഞ്ഞാൽ. തൊടുന്നോടത്തുള്ള ശഹ്വത്ത് തൊട്ടുകൊണ്ടുള്ള രസിക്കലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നോട്ടം കൊണ്ടുള്ള രസം, ഈ നോട്ടം കൊണ്ടുള്ള രസം, അതാണ് ഇപ്പൊ ഇവിടെ നമ്മളെ നെവറ് കൊണ്ടുള്ള രസം, അതാണ് ഇപ്പൊ ഇവിടെ ശഹ്വത്ത്. ഈ ഏത് കാണുന്നോടത്തുള്ള ശഹ്വത്ത്. ഈ തൊടുന്നോടത്തുള്ള ശഹ്വത്ത് കണ്ണും ചിമ്പിട്ടാണ് തൊടുന്നത്, അപ്പൊ രസമുണ്ട്. അപ്പൊ തൊട്ടുകൊണ്ടുള്ള രസമായി, അപ്പോഴും ഹറാമെന്നെ, അല്ലെങ്കിലും തൊടല് ഹറാമെന്നെ. തൊടലല്ലെങ്കിൽ ഹറാമെന്നെ, അപ്പൊ രസം ഉണ്ടായാലെങ്കിലും ഹറാമെന്നെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ വിഷയം പറഞ്ഞത്, കണ്ണാടിയുടെ നോക്കൽ ഹറാമില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു നിബന്ധന ഉണ്ട്. എന്താണ്? ശഹ്വത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നോട്ടത്തിൽ രസം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ചില നിർബന്ധ സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിലൊക്കെ നോക്കേണ്ടി വരും. അതന്നെ ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില സമയത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില സാഹചര്യങ്ങൾ അത് ശഹ്വത്തോടുകൂടെ അല്ല നോക്കുന്നത്, ശഹ്വത്തിന് വേണ്ടിയുള്ള നോട്ടല്ല നോക്കുന്നത്. പിന്നെന്താണ്? അത് നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നോട്ടമാണ്. അങ്ങനെ നോക്കുന്നതിന് വിരോധമല്ല എന്നർത്ഥം. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ നേരത്തെ ആരോ ചോദിച്ചിരുന്നു, ഫോട്ടം കാണാൻ പറ്റുമെന്ന്. ഇപ്പൊ ഈ കാണുന്ന, ഇപ്പൊ നമ്മൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ ഫോട്ടം കാണുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? അവിടെയും എന്തുവാണ്? ശഹ്വത്ത് ഉണ്ടാകാൻ പാടില്ല. ഏത് സ്ത്രീന്റെ? അപ്പൊ കല്യാണം കഴിക്കുന്ന സ്ത്രീ ആണെങ്കിൽ ഇപ്പൊ നേരത്തെ പറയാൻ നിബന്ധനകളുള്ള മുഖവും മുൻകൈ എന്ത് ചെയ്യാൻ കാണാൻ അറിഞ്ഞില്ല. ഇപ്പൊ ഫോട്ടോത്തിൽ കാണുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് ഉറപ്പല്ലേ, ഒരു പ്രശ്നമില്ലാന്ന്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളൊന്നും നോക്കാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്തായാലും പറ്റൂല. ഇത് സ്ത്രീയുടെ മറ്റ് ശരീരങ്ങളിൽ നിന്നും ഒരു ഭാഗവും തന്നെ കണ്ണാടിയിലും കാണാൻ പാടില്ല ശൗവത്തിന്. കാരണം ശൗവത്ത് പോയി ഈ അത്തലദ്ദുദു ബിന്നദർ, നോട്ടം കൊണ്ട് രസിക്കാനല്ലാത്ത ഒരു വിഷയത്തിലുള്ള നോട്ടം എനിക്ക് ഉള്ള വരുമെന്ന് വേറെ സ്ഥലങ്ങൾക്ക്. കാരണം ഈ രസം എന്നുള്ളത് മറ്റൊരു സംഭവം കൂടി ഉണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരു സഹാബി ചോദിച്ചപ്പോ, നബിയെ ഞാനങ്ങനെ കണ്ടുപോയി നബിയെ, അത് തെറ്റുണ്ടോന്ന് ചോദിച്ചപ്പോ നബി എന്താ പറഞ്ഞത്? ഒന്നാമത്തെ നോട്ടം
എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്ത്രീ കണ്ടു. ഇപ്പൊ ഒരു വീട്ടിൽ പല ആളുകൾ, ഇപ്പൊ ഇളച്ചി മൂത്തച്ഛിമാരൊക്കെ ഒരു വീട്ടിൽ ചില വീടുകളിലൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്ത്രീ എന്ത് ചെയ്യും, നമ്മുടെ മുമ്പിലേക്ക് വന്നു. അപ്പൊ ഒറ്റ നോട്ടത്തിൽ കണ്ടു, കാരണം അല്ലെങ്കിൽ കൂട്ടിമുട്ടുമല്ലോ. ആ സമയത്ത് കണ്ട ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കണ്ണ് തിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തെറ്റില്ല. പിന്നെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ നോക്കുക. അപ്പൊ രസം വന്നു, ഒരു സ്ത്രീയെ നമ്മൾ കണ്ടു. കണ്ടതിന് ശേഷം വീണ്ടും വീണ്ടും ആവർത്തിച്ച് നോക്കുമ്പോ അതെന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ അത് ഹറാമായി വരുന്നു എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ ഫിത്ന ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഫോട്ടോ നമ്മൾ കണ്ട് അല്ലെങ്കിൽ ഈ രൂപത്തിൽ നമ്മൾ കാണുമ്പോ ഈ സ്ത്രീയുമായിട്ട് നമ്മുടെ ആവശ്യം ഒന്ന് നിർവഹിക്കണം എന്നൊരു ചിന്ത വന്നാൽ വരുന്നുണ്ട് എങ്കിൽ അവിടെയും ഹറാമാണ്, അവിടെയും ഹറാമാണ്. ഞാൻ സാന്ദർഭികമായിട്ട് ഒരു കാര്യം ഉണർത്തുകയാണ്. എന്ന് പറഞ്ഞ അന്നിപ്പോ ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തെ പോലും വെല്ലുന്ന രൂപത്തിലാണ് ഇപ്പോ ഓരോ വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും മുസ്ലിം സമുദായത്തെയും സംരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. എല്ലാവരും ദുആ ചെയ്യണം എപ്പോഴും, കാരണം സാഹചര്യമൊക്കെ മഹാമോശമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ പറഞ്ഞത് ഇപ്പൊ എന്താണ്, അന്യപുരുഷന്മാർക്ക് അന്യ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഒന്നും കാണാൻ പാടില്ല അല്ലേ? അപ്പൊ സ്വന്തം സഹോദരിമാരത് കാണാലോ. കാരണം സഹോദരിമാരെ അവിടെ എല്ലാവർക്കും അല്ല, മുഖവും മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാലോ. സഹോദരിമാരത്, ഉമ്മമാരത്, സ്വന്തം മക്കളുടേത് കാണാമെന്ന് പറഞ്ഞാൽ നോക്കിങ്ങേ ഇരിക്കണം എന്നല്ല ഇപ്പൊ ഇതിന്റെ അർത്ഥം. കണ്ടു ഇപ്പൊ മനസ്സിലാവും, കണ്ടു എന്നുള്ളത് കൊണ്ട് വിരോധമല്ല എന്ന്. പക്ഷെ ഇവിടൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതെന്താണ്, ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അങ്ങനെയാണെന്നല്ല, പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ഉമ്മയുടെ മുഖത്തേക്ക് തന്നെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. തക്ബീറം നിലയ്ക്ക് ഞാൻ പറയണേ, എനിക്കറിയില്ല ഉണ്ടാവുമല്ലേന്ന്. അല്ലെങ്കിൽ സ്വന്തം മകളുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ സ്വന്തം സഹോദരി മുഖത്തേക്കല്ല, സ്വന്തം സഹോദരിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ വികാരത്തോടുകൂടെ നോക്കുകയാണ് എങ്കിൽ അത് കടുത്ത ഹറാമാണ്, യാതൊരു സംശയമില്ല. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം ഉമ്മയുടെ അതല്ലെങ്കിൽ മകളുടെ അതല്ലെങ്കിൽ സഹോദരിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്ക് കാണൽ അനുവദനീയമാണ്. പക്ഷേ ആ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ വികാരത്തോടെയാണോ നോക്കുന്നത് എങ്കിൽ പടച്ച റബ്ബിനറിയാം അത് ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇത് എല്ലാവർക്കും ഉണ്ടായത് കൊണ്ട് പറയില്ല, പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കൊണ്ട് പറയണം. അപ്പൊ പിന്നെ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പണ്ഡിതന്മാർ വെറുതെ രേഖപ്പെടുത്തില്ലോ, നേരത്തെ ഒരു കാലഘട്ടമൊക്കെ വരുമല്ലോ കുറെ കാലം കഴിയുമ്പോൾ എന്നുള്ള ആൾക്കായിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഉമ്മമാരുടെ അതുപോലെ സഹോദരിമാർ കാണൽ അനുവദനീയമായ തൊടൽ അനുവദനീയമായ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ നമ്മൾ തൊടുകയാണെങ്കിലും ഏത് രൂപത്താണ് ഇവിടെ ഈ രണ്ട് കയ്യിൽ നിബന്ധന. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശഹവത്ത് എന്നുള്ള ഒന്നും അതുപോലെ ഫിത്ന എന്നുള്ള സംഭവം, ഇത് രണ്ടും സംഭവിക്കുന്നു എങ്കിൽ അവിടെയൊക്കെ ഹറാം തന്നെ. അത് അവിടെ നോട്ടൊന്നുമില്ല, ആരാണെന്നുള്ള നോട്ടൊന്നുമില്ല, ഹറാമ് തന്നെ, അതിൽ യാതൊരു സംശയമില്ല, ഹറാമാണ്. നേരെ മറിച്ച് ഇനിയിപ്പോ ഈ ശഹവത്തില്ല ഫിത്ന ഒന്നും ഇല്ലെങ്കിൽ തന്നെ അന്യ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഒരു വസ്തുവും തന്നെ അന്യ പുരുഷനിക്ക് കാണാൻ പാടില്ല. അവിടെ ശഹവത്തൊന്നും വേണ്ട, ശഹവത്തില്ലെങ്കിലും ശരി, ഇനി അമ്നുൽ ഫിത്നയാണെങ്കിലും ശരി, അപ്പോഴും കാണാൻ പാടില്ല. അതാണല്ലോ പറഞ്ഞത്, കിഴവനായ ഒരു വ്യക്തിക്ക് പോലും അന്യ സ്ത്രീയിൽ നിന്നും ഒരു വസ്തുവും തന്നെ കാണാൻ പാടുള്ളതല്ല. അവിടെ ശഹവത്തുണ്ടാവില്ലോ, എന്നാലും ഹറാമ് തന്നെയാണ്. കാരണം അതാണ് വിശുദ്ധമായ ഇസ്ലാം ഈ വക വിഷയങ്ങളൊക്കെ വരുന്നതിന്റെ എല്ലാ വാതിലുകളും കൊത്തിയടക്കുകയാണ് വിശുദ്ധമായ ഇസ്ലാം ചെയ്യുന്നത്. കാരണം അന്നവരു സഹമും മസ്ഹൂമും മിൻ സിഹാമി ഇബ്ലീസ്, ദർശനം, നോട്ടം എന്നുള്ളത് അത് പിശാചിന്റെ
വിഷത്തിൽ ഊട്ടപ്പെട്ട അസ്ത്രം, ആ അസ്ത്രങ്ങളിൽ നിന്നും ഒരു അസ്ത്രമാണിത്. ആ നോട്ടം വലിയ പ്രശ്നമാണിതാ. കാരണം ഈ നോട്ടത്തിന് വലിയ പോയിന്റ് ഉണ്ട്. ചില ആളുകൾക്കൊക്കെ നോക്കിയ ഒറ്റ നോട്ടത്തിന് ആ സ്ത്രീയുടെ മുഴുവൻ കാര്യങ്ങളും അറിയാൻ കഴിയും. അങ്ങനത്തെയൊക്കെ നോക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എന്തായാലും ഈ നോട്ടം എന്നുള്ളത് ആദ്യമായിട്ട് നോട്ടാണ് ഒരു മനുഷ്യനെ. അതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം ആയതിന്റെ വക്കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം ആയതിനെ പറഞ്ഞത്. നിങ്ങൾ വിശ്വാസികളായ ആളുകളോട് നബിയെ അങ്ങ് പറയണം, അവരെന്ത് ചെയ്യണം, അവർക്കുള്ളതായ കണ്ണുകളെ അവർ ചിമ്മിക്കൊള്ളട്ടെ, ഹറാമിനെ തൊട്ട് എന്ന് വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത്. അപ്പോൾ നാം മനസ്സിലാക്കുക, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നാം വളരെ ഗൗരവപൂർവമായി തന്നെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പെണ്ണ് കാണുക എന്നുള്ള വിഷയം. ഈ പെണ്ണ് കാണുന്ന സമയത്തുള്ള അനാചാരങ്ങൾ, ആവശ്യമില്ലാത്ത കാണല്, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യണം, നാം ഒഴിവാക്കണം. എന്നിട്ട് കാരണം നമ്മുടെ വിവാഹം, ഈ വിവാഹം എന്നുള്ള സംഭവം തന്നെ വളരെ സംശുദ്ധമാവേണ്ട ഒന്നാണ്. ഈ വിവാഹത്തിൽ നിന്നാണ് നമ്മുടെ സന്താനങ്ങളെ നാം തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ സന്താനങ്ങൾക്കുള്ള ഭാവി നിശ്ചയിക്കുന്നത് വിവാഹം മുതൽക്കേ ആയിരിക്കണം. വിവാഹം കാണുന്നത് മുതൽക്കേ ആയിരിക്കണം. നല്ലതായ ഒരു സന്താനം, അച്ചടക്കമുള്ള നല്ലതായ ഒരു സന്താനം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ഇസ്ലാമികമായ ചട്ടക്കൂടിൽ വളർന്നു വരണമെങ്കിൽ വിവാഹത്തിന്റെ ആദ്യപടിയാകുന്ന കാണൽ പരസ്പരം. കാരണം ഈ കാണലിൽ നിന്നാണെന്നില്ല എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ടാകുന്നത്. ഈ പീഡനങ്ങൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് അവിടേക്കൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അതൊന്നും പ്രശ്നമല്ലെന്ന്. ഇന്നിപ്പോ എന്താണ്, ചില ഡിമാൻഡുകളൊക്കെ പാലിക്കാതെ പോകുമ്പോൾ പീഡന കേസാക്കി മാറ്റിമറിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നൊക്കെ കൂടുതലും അങ്ങനെയാണ് നടക്കുന്നത്. വളരെ വിരളമായിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നെങ്കിൽ നടന്നു എന്നുള്ളൂ. മറ്റുള്ള അധിക കേസുകളും കാര്യങ്ങളൊക്കെ എന്താണ്, എല്ലാവരും ഇത്തിഫാഖ് ആദ്യം മുതൽക്കും. പിന്നെ കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസ കിട്ടാതിരിക്കുമ്പോൾ ആ ഡിമാൻഡുകളൊക്കെ എന്താണ് പാലിക്കപ്പെടാതെ പോകുമ്പോൾ പിന്നെ കേസുകളും പീഡന കേസ് ഇന്ന് പത്രത്തിൽ ഇപ്പൊ ഒരു രസമായിട്ടാണ് മാറിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പത്രം വായിച്ചാൽ ഉടനെ കാണും അവിടെ പീഡനം ഇവിടെ പീഡനം. പക്ഷെ അതിന്റെ മറ്റുള്ള വശങ്ങൾ, ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെങ്കിൽ വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ അത് മുഴുവനും സ്വീകരിച്ചേ പറ്റൂ. എന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരന്മാരെ. പിന്നെ അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട പിന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇനിയിപ്പോ സംശയങ്ങളുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ല, സംശയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈ വെക്കുക. എന്നാ പിന്നെ ഇനിയിപ്പോ സംശയ നിവാരണം ചെയ്തതിന് സംശയം മറുപടി അല്ലെങ്കിൽ ടൈം കുറെ ആട് വൈകി പോകും. ആർക്കും സംശയമൊന്നുമില്ലേ? സംശയമുള്ള ആളുകൾ കൈ ഉയർത്തുക. അവസാനം ആയിക്കോട്ടെ. കാരണം അല്ലെങ്കിൽ പിന്നെ സംശയം ചോദിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ സംശയം ചോദിക്കാൻ ആളുകൾ കുറെ ഉണ്ടെങ്കിൽ പിന്നെ മറുപടി പറയാൻ നേരം ഉണ്ടാവില്ല. അതെ, ഞാൻ മൈക്ക് ഒഴിവാക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് തുടരാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ബാക്കവി ഉസ്താദിന്റെ വളരെ ഉപകരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് ഉസ്താദ് തെരഞ്ഞെടുത്തത്. അൽഹംദുലില്ലാ, ഉസ്താദിന്റെ അപാകതയിൽ നമ്മുടെ ക്ലാസ് റൂം ഒരുപാട് ഞങ്ങൾ പ്രവർത്തകരൊക്കെ ബേജാറിലായിരുന്നു. അൽഹംദുലില്ലാ, ഉസ്താദിന്റെ ക്ലാസ് വീണ്ടും തുടരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിനും കുടുംബത്തിനും ഖൈറും ബർക്കത്തും ഏറ്റിയിട്ട് കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി ഉസ്താദിന്റെ ക്ലാസ് നമുക്ക് തുടർച്ചയായി ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം. അതിനുള്ള എല്ലാ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉസ്താദിന് ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വളരെ ഉപകരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് ഉസ്താദ് വെച്ച വിഷയം തന്നെ. അതിലും എന്നെപ്പോലുള്ള യുവാക്കൾക്ക്, കല്യാണം കഴിക്കാത്തവർക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു ക്ലാസ്സാണ്. അത് പറഞ്ഞാൽ വിവാഹത്തിന്റെ ആദ്യം ഘട്ടമായ പെണ്ണ് കാണലുന്ന അതിന്റെ മര്യാദകളും എന്നുള്ള വിഷയത്തിൽ ഉസ്താദ് പറയുമ്പോൾ
ഞാൻ വന്നിട്ട് നിസ്കരിക്കാൻ നിന്നതായിരുന്നു. സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങ് പെട്ടെന്ന് ക്ലാസ് റൂമിലേക്ക് വന്നിട്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് നേരിട്ട് ഇങ്ങ് ഡെസ്കിലേക്ക് വന്നതാണ്. അൽഹംദുലില്ലാ. ഏതായാലും ഉസ്താദിനെ ഒരുപാട് നേരം വൈകിക്കാൻ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ ശ്രമിക്കുന്നതല്ല. ഉസ്താദ് ഇതുവരെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളും അത് ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും തൗഫീഖും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഉസ്താദ് പറഞ്ഞ വിഷയം ഞങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ ഞങ്ങൾ കാണുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വികാരതയെ അഥവാ രസിക്കൽ എന്ന് പറയുന്ന ആ വിഷയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഭയം തോന്നുന്നുണ്ട്. ഏതായാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും പൊറുത്തു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദ് ഞാൻ ചോദിക്കാനുള്ളത്, ഉസ്താദ് ഇനിയിപ്പോ ക്ലാസ് തുടരും. ഏതായാലും ഉസ്താദ് ആ വിഷയത്തിൽ എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടൊരു പെണ്ണിനെ കാണാൻ പോകുന്ന സമയത്തിൽ ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാം വിവാഹത്തിന് എല്ലാം റെഡിയാണ്, ഇനി വിവാഹം കഴിക്കാൻ നിക്കാഹ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന ഒരു ഘട്ടത്തിലാണല്ലോ സ്ത്രീയെ കാണാൻ അനുവദിക്കപ്പെട്ടതെന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഏതായാലും ആ സമയത്ത് ഞങ്ങൾ ഈ സ്ത്രീയെ കാണുന്ന സമയത്തിൽ അവിടെ ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ചാണ് എനിക്ക് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്. അപ്പൊ ആ ഒരു പെണ്ണിനോട് ഞങ്ങൾക്ക് ഈ കല്യാണം കഴിക്കുന്ന യുവാവിന് എന്തൊക്കെ ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കൽ നല്ലത്, അതല്ലെങ്കിൽ നമ്മുടെ ദീൻ എന്താണ് പഠിപ്പിക്കുന്നത്, അതിനെ കുറിച്ചിട്ടാണ് എനിക്ക് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മറുപടി പറയും. ഉസ്താദ് ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല, ഞാൻ ആദ്യം തന്നെ ആ ഭാഗത്തേക്ക് കടന്നെത്തിയിട്ടുണ്ടെങ്കിൽ ഉസ്താദ് എന്നെ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ചോദ്യം മാത്രല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ അവിടേക്ക് കടന്ന് ചെല്ലാൻ എത്തിയിട്ടുള്ള അടുത്ത ഇബാറത്ത് തന്നെ എന്താണ്? വലൈസ മിനൽ ഔറത്തി അസ്സൗതു ഫലാ യഹ്റുമു സമാഉഹു ഇല്ലാ ഇൻ ഖശിയ മിൻഹു ഫിത്നതൻ അബിത്തലദ്ദ ബിഹിന. അതന്നെ ഇപ്പൊ അതിന് ജവാബും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ചോദിച്ചത് നല്ല പ്രസക്തമായ ചോദ്യമാണ്. കാരണം അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലപ്പോ മുൻകൈയും മുഖവും കാണാം, മറ്റുള്ള ഭാഗങ്ങൾ അതും അറിയേണ്ടത് തന്നെയാണ്. അതിന് പണ്ഡിതനുമായി രേഖപ്പെടുത്തിയത് എന്താണ്? ഏതെങ്കിലും ഒരു സ്ത്രീയെ കൂട്ടത്തിൽ കൊണ്ടുപോവുകയും ആ വിഷയങ്ങളൊക്കെ അവർ തീരുമാനിക്കുകയും ചെയ്യാം. എന്നാലുണ്ടല്ലോ ഞമ്മക്കൊന്ന് സംസാരിച്ചൂടെ എന്നൊരു സംശയം. അവിടെ പണ്ഡിതനുമായി രേഖപ്പെടുത്തുന്നു, സ്ത്രീയുടെ ശബ്ദം എന്തല്ല, ഔറത്ത് അല്ല. സ്ത്രീയുടെ ശബ്ദം എന്തല്ല, ഔറത്തല്ല. പക്ഷേ അവിടെ വേറെ നിബന്ധന ഉണ്ട്. ഔറത്തല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔറത്തല്ല. പക്ഷേ അവിടെ എന്ത് വേണം? അവിടെ ഒരിക്കലും തന്നെ ആ ശബ്ദം കേൾക്കുന്നത് കൊണ്ടുള്ള ഒരു രസം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെയിനാണ് ശൗവത്താണ് രസം. ആ ശബ്ദം കേട്ട് രസിക്കുക എന്നൊരു ഉദ്ദേശമില്ല എങ്കിൽ, അതല്ലെങ്കിൽ ഫിത്ന ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ ആ സ്ത്രീയോട് സംസാരിക്കുന്നതിന് യാതൊരു വിരോധമല്ല. അപ്പൊ എന്തൊക്കെ സംസാരിക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. അതിപ്പോ എന്തൊക്കെ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് വിരോധമല്ല. പക്ഷെ ഈ നിബന്ധന ഉണ്ട്, എന്ത്? ആ ശബ്ദം കേട്ടിട്ടുള്ള ഒരു രസം അവിടെ ഉണ്ടാകാൻ പാടില്ല. നേരെ നമുക്ക് നീ എത്ര വരെ സ്കൂളിൽ പഠിച്ചു എന്ന് ചോദിക്കാം. ഇനി പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അതിനൊന്നും വിരോധമല്ല. നിന്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിന് സംസാരിക്കാൻ കഴിയുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ചോദിക്കുന്നത്. അതെ 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 എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ എന്തായാലും ആദ്യം ചെയ്യേണ്ടതെന്ന് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് അങ്ങനെ എന്തില്ല, അതായത് പ്രത്യേകമായിട്ട് എന്ത് ചോദിക്കണം എന്നൊരു കാഴ്ചപ്പാടില്ല എന്നല്ല, മൊത്തം വിശുദ്ധമായ ഇസ്ലാമിൽ പറയുന്ന മൊത്തമായൊരു നിയമമാണ്. എന്ന് പറഞ്ഞാൽ ഈ നിബന്ധന വെച്ചുകൊണ്ട് എന്തും ചോദിക്കാനാ. ഈ നിബന്ധന ഈ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് ഒരു രസം, അങ്ങനെ ഒരു ആസ്വദിക്കൽ, ശ്രവിച്ചുകൊണ്ട് ആസ്വദിക്കൽ ഇല്ലെങ്കിൽ, അതുപോലെ ഫിത്ന നിർഭയം ആണ് എങ്കിൽ, ഫിത്ന ഭയപ്പെടാത്തൊരു സാഹചര്യമാണ് എങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. എന്നാലും പറഞ്ഞാൽ സാധാരണ ഇപ്പൊ ചോദിക്കാറുള്ളത് നിന്റെ പേരെന്താണ് ചോദിക്കും, എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കും. അതുപോലെ ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോന്ന് പ്ലസ് ടു ഒക്കെ നിർത്തിയ ആളുകളാണെങ്കിൽ അങ്ങനെ ചോദിക്കും.
SLC ഒക്കെ പാസ്സായവരാണെങ്കിൽ അങ്ങനെ ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കാവുന്നതാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാൻ. അല്ലാതെ പ്രത്യേകമായിട്ടൊരു കാര്യം ചോദിക്കുക അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ചോദിക്കാം. പക്ഷെ നിബന്ധന ഉണ്ട്. നേരെ മറിച്ച് കാണുന്നിടത്ത് അങ്ങനെയല്ല, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. കാണുന്ന സ്ഥലത്ത് ഇപ്പൊ നമ്മൾ നോക്കി, കാരണം അവിടെ കാണുമ്പോ തന്നെ നമ്മൾ നോക്കുമ്പോ തന്നെ ഈ സ്ത്രീ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ നമുക്കൊരു തലദ്ദുസ് ഉണ്ടാവുമ്പോഴാണല്ലോ ഈ സ്ത്രീയെ പറ്റിയെന്ന് തോന്നല്. വളരെ പോയിന്റാണ് ഈ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? വികാരം ഉണ്ടെങ്കിലും വിരോധമില്ല എന്നാ. സ്ത്രീയെ കാണുന്ന സ്ഥലത്ത്, പെണ്ണ് കാണുന്ന സ്ഥലത്തെ ആ സ്ത്രീയെ നമ്മൾ കാണുമ്പോ അപ്പൊ അവിടെ വികാരം ഉണ്ടെങ്കിലും വിരോധമല്ല, കാണാവുന്ന. മനസ്സിലായോ? ശരിക്കും കാരണം എന്താണ്? ആ വികാരം അവിടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ കുട്ടിയെ പറ്റുന്നത്. അത് കാണുന്ന പെണ്ണ് കാണാൻ പോയ ആൾക്ക് അറിയത്തത്. വിവാഹം കഴിച്ചോലിക്കറിഞ്ഞ് വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് അള്ളാഹു നല്ല ഭാര്യമാരെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വാലിഹാത്തുകളായ സ്ത്രീകളെ അള്ളാഹു നമുക്ക് എല്ലാ വിവാഹം കഴിക്കാത്തവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ കാണലും വിളിക്കുന്നത് തുടങ്ങണം. അനാചാരങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം. എന്നാലേ നമ്മുടെ സന്താനങ്ങളും നമ്മുടെ ഭാവിയിലെ എല്ലാ ജീവിതമൊക്കെ വളരെ ദീനിയായ രൂപത്തിൽ വരണമെങ്കിൽ ആദ്യം നമ്മുടെ ഈ പുതിയ നവജീവിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാകുന്ന ഒന്നാമത്തെ സ്റ്റെപ്പാകുന്ന ഈ പെണ്ണ് കാണുക എന്നുള്ള ഈ പ്രവർത്തനം അത് തികച്ചും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെ ആയിരിക്കണം. അപ്പൊ സംസാരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ അവിടെ എന്ത് ചെയ്യണം? ഈ തലതുത് ഉണ്ടാകാൻ പാടില്ല. ഈ വിഷയങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ചോദിക്കാവുന്നതാണ് എന്നാണ്. അങ്ങനെ തലതുത് വരുന്നു എങ്കിൽ ഉടനെ തന്നെ നിർത്തേണ്ടതും ആണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ആരോ ഒരാൾ കൈ വെക്കുന്നല്ലോ. ഇനി ആർക്കും സംശയമല്ലേ? സംശയം അങ്ങനെ ചിന്തിച്ചു നോക്കി. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാവും. നാട്ടിൽ ഇപ്പൊ എന്തെല്ലാം സംഭവങ്ങളാ. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞത് അതന്നെ വിഷയം. ഇനി അടുത്ത ചർച്ച ചെയ്യാനുള്ള വിഷയം തന്നെ അതാണ്. എന്ത്? ഓക്കെ, മൈക്ക് ഒഴിവാക്കും. അൽഹംദുലില്ലാ, ഉസ്താദിന്റെ മറുപടി കേട്ടിട്ട് വളരെ സന്തോഷമായി. അൽഹംദുലില്ലാ. ഏതായാലും അടുത്ത് ഞാൻ ചോദിക്കുന്ന ഉസ്താദ്, ഇപ്പോ കല്യാണം കഴിക്കുന്ന എന്ന് പറയുന്ന സമയത്തിൽ ചില ആൾക്കാർ, ചില നാടുകളിൽ ചില വ്യത്യസ്ത സമ്പ്രദായങ്ങളുണ്ട്. അതുപോലെ ചില സമയങ്ങൾക്ക് ചില ആൾക്കാർക്കൊക്കെ അതിനുള്ള സമയത്തിന്റെ കുറവ് കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ഗൾഫിലുള്ള ഒരു യുവാവ് എന്ന് വെച്ചാൽ അയാൾ നാട്ടിലേക്ക് പോവാണ്. നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോ എല്ലാ കമ്പനിയിലും ഒരുപോലെ ഉണ്ടാവില്ല. ചില കമ്പനികളിൽ 1 മാസം ലീവ് ഉണ്ടാവും, അതല്ലെങ്കിൽ ചില സമയത്ത് 20 ദിവസത്തിന് ലീവ് ഉണ്ടാവും, ചിലയിടത്ത് 3 മാസത്തിന് ലീവ് ഉണ്ടാവും. അപ്പൊ ഈ 1 മാസം ലീവിൽ പോകുന്ന ആൾക്ക് കല്യാണം കഴിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ പെണ്ണ് കാണലും അതുപോലെ കല്യാണത്തിനുള്ള സമയം ഈ 1 മാസം കൊണ്ട് കണ്ടെത്താൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സമയത്ത് ഒരു പെണ്ണ് കണ്ടിട്ട് നമ്മൾ എൻഗേജ്മെന്റ് ഒക്കെ നടത്തി വരും. അതിന്റെ ശേഷം ഒരു ടൈം ഫിക്സ് ചെയ്യും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. 6 മാസമോ അല്ലെങ്കിൽ 1 കൊല്ലമോ ഫിക്സ് ചെയ്യും. അപ്പൊ ഈ സമയത്ത് ഈ ഒരു 6 മാസത്തിലോ അല്ലെങ്കിൽ 1 കൊല്ലത്തിലുള്ള ഈ ഒരു ഡ്യൂറേഷനിൽ ഈ കല്യാണം കഴിക്കാൻ ഈ പെണ്ണ് കണ്ട യുവാവ് ഈ പെണ്ണുമായിട്ട് ഒന്നോ മൊബൈലിൽ ബന്ധമുണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് ബന്ധമുണ്ടാവും, എന്തെങ്കിലും ബന്ധമുണ്ടാവും. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടുണ്ടാവും. ഏതായാലും ചോദിച്ചാൽ പറയും കണ്ട പെണ്ണല്ല, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്, അതുകൊണ്ട് സംസാരിക്കലോ അല്ലെങ്കിൽ അവരോട് ആ വീട്ടുകാരോടായിട്ട് സംസാരിക്കലോ അതൊന്നും ബുദ്ധിമുട്ടുള്ള വിഷയമല്ല എന്ന് പല ആൾക്കാരും അതിന് വേണ്ടിയിട്ട് മറുപടി തരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയും അതൊക്കെ ശരിയാണ് നിങ്ങൾ പറയുന്നത്, ഏതായാലും ഞങ്ങൾ കണ്ട പെണ്ണല്ല അതുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഉസ്താദ് എന്താണ് പറയാനുള്ളത്? അതിനെ എങ്ങനെയാണ് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുക എന്ന വിഷയമാണ് ഞാൻ ഉസ്താദിനോട് ചോദിക്കുന്നത്. അതിനുള്ള ഒരു മറുപടി ഉസ്താദിനെ കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. പിന്നെ നിങ്ങളതിന്റെ ഇടയിൽ കുറച്ച് ഡീസ് ചെയ്ത് ഞാനാ ഡീസ് ചെയ്ത്. ഞാൻ ശബ്ദം ചില സ്ഥലത്ത് കേട്ടില്ലല്ലോ. ആരാ ഡീസ് ചെയ്തിരിക്കുന്നത്? ഞാനോ? കേട്ടില്ല. ഇല്ല, ഞാൻ കേട്ടില്ല. നിങ്ങൾ ഒന്നും കൂടെ പറഞ്ഞോ. ഓക്കെ, മൈക്ക് കുഴപ്പം.
ഓക്കെ, ഉസ്താദ് ഇപ്പൊ കേൾക്കാമോ? ഉസ്താദിന്റെ ഇടക്ക് മൈക്ക് ചില കട്ട് വരുന്നുണ്ട്. അപ്പൊ ഉസ്താദിന്റെ നെറ്റിന്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ DC എന്നറിയില്ല. ഏതായാലും മൈക്ക് എന്റെ കയ്യിൽ തന്നെയാണ് എനിക്ക് കണ്ടുകൊണ്ടിരുന്നത്. ഉസ്താദിന് ഇപ്പൊ കേൾക്കാമല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഉസ്താദെ, ഇപ്പോ ഗൾഫിലുള്ള ചില യുവാക്കളും അല്ലെങ്കിൽ ഗൾഫിലുള്ള ആൾക്കാർ പൊതുവെ നാട്ടിലേക്ക് പോയിട്ട് കല്യാണം കഴിക്കുന്ന സമയത്തിൽ ചില കമ്പനികളിൽ ഒരുപാട് ലീവൊന്നും അനുവദിച്ചു കൊടുക്കാറില്ല. അപ്പൊ ചില സമയത്ത് 1 മാസം ലീവായിരിക്കും. ഈ 1 മാസം കൊണ്ട് പെണ്ണ് കാണലും കല്യാണം കഴിക്കലും ഒക്കെ നടത്തണം. അപ്പോ നാട്ടിലെത്തിയതിന് ശേഷം ഈ പെണ്ണ് കാണലിന് ഏകദേശം 10, 15, 20 ദിവസം അങ്ങ് തീർന്നു പോകും. അപ്പോ പിന്നെ 10 ദിവസം കൊണ്ട് കല്യാണം കഴിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ ആ സമയത്ത് യുവാക്കള് ഒരു പെണ്ണ് കണ്ടിട്ട് അതിനൊക്കെ എൻഗേജ്മെന്റ് ഒക്കെ നടത്തി വരും. അതിന്റെ ശേഷം കല്യാണം കഴിക്കാൻ ഒരു സമയം അവർ അതിന് വേണ്ടിയിട്ട് ഒരു ഫിക്സ് ചെയ്യും. ഒരു 6 മാസമാണെങ്കിലോ അല്ലെങ്കിൽ 1 കൊല്ലാണെങ്കിലോ അടുത്ത കൊല്ലം അങ്ങനെ കല്യാണം കഴിക്കുമെന്നൊരു സമയം അതിന് വേണ്ടിയിട്ട് അവർ ഫിക്സ് ചെയ്യും. അപ്പൊ ഈ യുവാവ് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് തിരിച്ചു വന്നതിന്റെ ശേഷം കല്യാണം കഴിക്കുന്ന സമയത്തോളമുള്ള ഈ ഒരു ഡ്യൂറേഷൻ, ആ ഒരു ഗ്യാപ്പ്, ഇതിൽ ഈ യുവാവ് ആ പെണ്ണുമായിട്ട് ചിലപ്പോൾ ഫോണിലോട് കൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ എന്തെങ്കിലും അവരോടായിട്ട് ഇങ്ങനെ ഒരു കോൺടാക്റ്റിൽ ഉണ്ടാവും. അപ്പൊ ചോദിച്ചാൽ പറയും, കണ്ട് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്, അതുകൊണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്നതാണ് ബുദ്ധിമുട്ടാണ് സംസാരിക്കുന്നത്, ഏതായാലും ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിന് അത് വിരുദ്ധമാണ്. ഏതായാലും ഞാൻ കണ്ട പെണ്ണ് എന്ന നിലക്കാണ് സംസാരിക്കുന്നത്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്ന നിലക്കാണ് സംസാരിക്കുന്നതെന്ന് പറയും. അപ്പൊ ഈ വിഷയം ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ, അപ്പൊ ഈ നാട്ടിലേക്ക് എത്തുന്ന യുവാക്കൾക്ക് 1 മാസം കൊണ്ട് ഇങ്ങനെ കല്യാണം കഴിക്കാൻ വരുന്ന ബുദ്ധിമുട്ട്, ഇതിനെ എങ്ങനെയാണ് ഞങ്ങൾക്ക് നീക്കാം, ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന വിഷയത്തിലാണ് ഞാൻ ഉസ്താദിനോട് ചോദിക്കുന്നത്. ഉസ്താദിനോടൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. കേട്ടിട്ട് ഉസ്താദ് DC ആയില്ലല്ലോ ഇടക്ക്? എല്ലാം കേൾക്കാൻ സാധിച്ചോ? ബക്കസ കേൾക്കുന്നുണ്ടോ? ചോദിച്ചത് ക്ലിയർ ആണോ? ഓക്കെ, മഷ്കൂർ. അസ്സലാമു അലൈക്കും. അതായത് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ അതിന്റെ മറുപടിയും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ത്രീയെ നമ്മൾ 1 മാസത്തെ വെക്കേഷന് പോയി അങ്ങനെ സ്ത്രീയെ കണ്ടു, അല്ലെ? ഏകദേശം നിക്കാഹിനെ കുറിച്ചൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം അവിടെ വിദേശത്തേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഈ സ്ത്രീയുമായി മൊബൈലിലൂടെയോ അതെങ്ങനെയാവട്ടെ ഓൺലൈനിലൂടെയോ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുള്ള വിഷയം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ സ്ത്രീയെ ആദ്യമായിട്ട് നമ്മൾ കാണുകയും കണ്ടല്ലോ പെണ്ണ് കാണുക എന്നുള്ള ആ കാര്യം നാം നിർവഹിക്കുകയും ആ സ്ത്രീയെ നമുക്ക് ആ സ്ത്രീയുടെ ഭംഗി എന്നുള്ള സൗന്ദര്യം കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയും ചെയ്താൽ അതിന് ശേഷം പിന്നീട് നോക്കൽ അത് അനുവദനീയമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വീണ്ടും വീണ്ടും നോക്കാൻ പാടില്ല. കാരണം എന്താണ്? നമുക്ക് കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു, പിന്നെ നമ്മുടെ ഭാര്യയിട്ട് ആയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ മുമ്പ് വീണ്ടും വീണ്ടും നോക്കൽ അത് ശരിയല്ല. പക്ഷെ കാണുന്ന ഫസ്റ്റ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വട്ടം നോക്കിയപ്പോൾ സംശയം ഒന്നും കൂടെ, അപ്പൊ ഒന്നും കൂടി നോക്കുന്നതിന് എന്തില്ല, അങ്ങനെയാണ് തെക്രാർ ചെയ്യുന്നതിന് നോട്ടം, തെക്രാർ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെയാണ്. അവിടെ തന്നെ പണ്ഡിതന്മാർ അതിന് ശേഷം വ്യക്തമാക്കുന്നുണ്ട്, അവർക്ക് ആ സ്ത്രീയുടെ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ രൂപം എന്ന് പറഞ്ഞാൽ മുഖം കണ്ടാൽ മൊത്തം ആ സ്ത്രീയുടെ ഭംഗി മനസ്സിലാക്കാൻ കഴിയും, മുൻകൈ കണ്ടാൽ ആ സ്ത്രീയുടെ മാർദ്ദവമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അത് വ്യക്തമാകുന്നത് വരെ അങ്ങനെ വ്യക്തമായി കഴിഞ്ഞു നമുക്ക്. അതിനുശേഷം പിന്നീട് പിന്നൊരു പെണ്ണ് കാണാൻ വേണ്ടി പോകലോ അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും രൂപത്തിലൂടെയോ കാണാൻ പാടുള്ളതല്ല. പിന്നെ സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് ആ പെണ്ണ് നല്ല ഏത് പെണ്ണാണെങ്കിലും, നമ്മൾ കണ്ട പെണ്ണ് നല്ല മറ്റേത് പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ ശബ്ദം എന്തല്ല അവർത്തല്ല, പക്ഷേ ആ പെണ്ണിന്റെ ശബ്ദം കേട്ടുകൊണ്ട് രസിക്കാൻ വേണ്ടിയാണെങ്കിൽ, ഡയലോഗൊന്ന് നടത്താൻ വേണ്ടിയാണെങ്കിൽ അതൊരിക്കലും പാടില്ല, അത് ഹറാമാണ്. പിന്നെ നിങ്ങൾ ചോദിച്ചത് ഇതിനുള്ള മാർഗം പിന്നെന്താണ്? നമുക്കൊന്ന് സംസാരിക്കണം, അവളുമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കാണണം. ഇതിനുള്ള മാർഗം പിന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുക, നിക്കാഹ് അങ്ങ് നടത്തുക. നിക്കാഹ് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ 1 മാസത്തെ വെക്കേഷൻ പോകുമ്പോ ആ മാസത്തിൽ കല്യാണം കഴിക്കാൻ സമയമില്ല. കാരണം കല്യാണം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ആളുകളെ വിളിച്ചു വരുത്തേണ്ടി വരും, കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് കൂടി നല്ല ജോറായിട്ട് നടത്തണമല്ലോ എന്നൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, പലർക്കും പല കണക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിക്കാഹ് നടത്തുക. പിന്നെ യാതൊരു പ്രശ്നമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യാം, ഒരു പ്രശ്നമില്ല, സംസാരിക്കുകയും ചെയ്യാം, ഒരു വിഷയമല്ല. കാരണം ഭാര്യയായി കഴിഞ്ഞു,
അതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അതിനുശേഷം പിന്നെ നമുക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവാഹ സദ്യ. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കി തരാം. ഏറ്റവും നല്ല സുന്നത്തും കൂടെ എന്താണ്, ഇങ്ങനെയാണ് ആദ്യം വിവാഹം കഴിച്ചു. കാരണം എന്താണ്, ഈ വിവാഹ സദ്യ അത് അവിടേക്ക് എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വിവരിക്കാം. ഒരു ചുരുങ്ങിയ രൂപത്തിൽ പറയണേ, വിവാഹ സദ്യ ആകണമെങ്കിൽ തന്നെ ആദ്യം എന്ത് ചെയ്യണം, ഇവര് തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷമാവണം എന്നാ. അതാണ് വലീമത്ത് എന്ന് പറഞ്ഞ ശരിക്ക് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ആകണമെങ്കിൽ തന്നെ ആദ്യം നിക്കാഹ് കഴിക്കണം ഏറ്റവും നല്ലത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അവിടെ ചർച്ച ചെയ്യാം. ഞാൻ മൈക്ക് ഒഴിവാക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹു ഖൈർ ഉസ്താദ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഏതായാലും ഇപ്പോ ആദ്യം ഞങ്ങള് ഉസ്താദ് പറഞ്ഞതുപോലെ ഞങ്ങൾ എന്താണ് നാട്ടിൽ പോയിട്ട് പെണ്ണൊക്കെ കണ്ടതിന് ശേഷം നിക്കാഹ് നടത്തി. നിക്കാഹ് നടത്തിയതിന് ശേഷം ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്കിപ്പോ കുറച്ചും കൂടി ഒരു ജോറായിട്ടൊരു കല്യാണം കഴിക്കണം എന്ന ഒരു ഉദ്ദേശമായിരുന്നു. പക്ഷെ നിക്കാഹിനൊന്നും ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിന് ചില ആൾക്കാർ മാത്രമായിരുന്നു ആ നിക്കാഹിനുണ്ടായിരുന്നത്. അപ്പൊ നാട്ടിൽ 6 മാസമോ അല്ലെങ്കിൽ 1 കൊല്ലമോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. അപ്പൊ രണ്ടാമതൊരു നിക്കാഹ് അവിടുന്ന് വെച്ചിട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് കഴിച്ചാൽ അതിന്റെ വിധി എന്താണ്, അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉസ്താദ് അതിന് മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഏതായാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ കേട്ടിരുന്നു. അപ്പൊ അതും കൂടി ഈ സമയത്തിൽ ആ സംശയം കൂടി ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതും കൂടി ഉസ്താദ് പറഞ്ഞ് ഒന്ന് വ്യക്തമാക്കി തന്നാൽ വളരെ റാഹത്തായിരിക്കും. ഏതായാലും ഉസ്താദ് ഇത്രയും പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് പഠിക്കാനും അത് പഠിക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ക്ലാസ് വളരെയേറെ ഫലപ്രദമായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. വേണ്ട സമയത്ത് വേണ്ട ഒരു വിഷയമാണ് ഞങ്ങൾക്ക് കേസോസേർ മുഖേന ലഭിച്ചത് എന്നും കൂടി ഈ സമയത്ത് സാന്ദർഭികമായി ഉസ്താദിനെ അറിയിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഉസ്താദിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റ് കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഉസ്താദ് കേൾക്കുന്നുണ്ടല്ലോ? ബാക്കി ഉസ്താദ് കേട്ടിട്ടുണ്ടല്ലോ പറഞ്ഞത്? ഓക്കെ, മഷ്കൂർ. അതായത് അങ്ങനെ നിങ്ങൾ നിക്കാഹ് കഴിച്ച് ഇങ്ങോട്ട് വിദേശത്തേക്ക് വന്നു. അതിനുശേഷം ഒരു 6 മാസത്തെ ലീവിന്, എന്നാൽ 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും തിരിച്ചു ചെന്നാൽ വീണ്ടും ഒരു നിക്കാഹ് കഴിക്കേണ്ട ആവശ്യം ഒരിക്കലുമില്ല. അങ്ങനെ ചെയ്യാൻ ഇസ്ലാം ഒട്ട് കൽപ്പിക്കുന്നില്ല. പിന്നെ വെറുതെ നമ്മളൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് ശരിയല്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാൻ പാടുള്ളതല്ല. ആദ്യം വിവാഹം കഴിച്ചു, ആ നിക്കാഹ് പിന്നെ ത്വലാഖ് ചൊല്ലാതെ എന്ത് ചെയ്യില്ല, ആ വിവാഹം മുറിയുന്നതല്ല. അങ്ങനെ ത്വലാഖ് ചെല്ലുമ്പോഴാണ് പിന്നീട് അതിൻ്റെതായ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ വേറെ നിക്കാഹ് വേണ്ടി വരും. വേറെ നിക്കാഹ് ചിലപ്പോൾ ആവശ്യമില്ലാത്ത രൂപമൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഒക്കെ വരുന്നുണ്ട്. നമ്മളെ അടുത്തുള്ള ചർച്ചകൾ മുഴുവനും വിവാഹം, ത്വലാഖ് എല്ലാ വിഷയങ്ങളുമാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതാണ്. വേറെ നിക്കാഹിന്റെ ഒരു ആവശ്യമില്ല. 2 വർഷമാണെങ്കിലും എത്രയാണെങ്കിലും ശരി, മറ്റൊരു നിക്കാഹിന് ഒരിക്കലും തന്നെ ആവശ്യമില്ലാതെ ചെയ്യാൻ പാടുള്ളതുമല്ല എന്നാണ് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി അടുത്ത ആള് മൈക്കിലേക്ക് വരിക. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഖൈർ ഉസ്താദ്. ഇപ്പൊ മംഗ്ലൂർ ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹു നല്ല കഴിക്കുന്ന സ്വാലിയത്തായി പിന്നെ കൊടുക്കട്ടെ. പിന്നെ ഉസ്താദേ ഇപ്പം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഒരു നാട്ടിലത്തെ ഒരു നടപടി പറഞ്ഞാല് പെണ്ണ് കാണാൻ പോയാല് അവിടെ പോയി പെണ്ണ് കണ്ട് എല്ലാം കഴിഞ്ഞ് ചോദിച്ചു പെണ്ണിനൊരു മൊബൈൽ കൊടുത്തു വരണം. അതൊരു സ്വഭാവമാണ് ഇപ്പത്തെ. പെണ്ണിന് ഒരു മൊബൈൽ കൊടുത്തിട്ട് വരുന്നതും സ്വഭാവം. അതിന് സ്വീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതുകൊണ്ട് മൊബൈലിന്റെ ഒപ്പം സിമ്മുണ്ടാവും. മൊബൈലല്ല, മൊബൈലിന്റെ ഒപ്പം സിമ്മുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നടക്കുന്ന സംസാരങ്ങളും രസിക്കലും ഇതിനെ കുറിച്ചൊന്ന് ഉസ്താദ് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഖൈർ ഉസ്താദ്. പിന്നെ അസ്സലാമു അലൈക്കും. അദ്ദേഹം ചോദിച്ചത്, നമ്മളിപ്പോ പെണ്ണ് കാണാൻ വേണ്ടി പോയി, അങ്ങനെ അദ്ദേഹം ചോദിച്ചത് ശരിയാണ്. എന്നൊരു നാട്ടു നടപ്പായിട്ട് നടത്തി വരാറുണ്ട്. എന്തൊരു മുട്ടായി കൊടുക്കലേ, അതല്ലേ മുട്ടായി വിതരണം.
എന്താ മൊബൈൽ വിതരണോ? മാഷാ അല്ലാഹ്, അപ്പൊ മൊബൈൽ അയക്കണോ? എന്താണ് വിതരണം? പിന്നെ എന്താ അദ്ദേഹം ഒന്നുകൂടി ചോദിക്കട്ടെ, എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഓക്കെ, ആ മൈക്ക് ഒഴിവാക്കുന്നു. മൂപ്പരെ ഒന്നുകൂടി ചോദിക്കട്ടെ. മിഠായല്ല സാറ്, മൊബൈല്. പെണ്ണിന് ഒരു മൊബൈൽ ഗിഫ്റ്റ് കൊടുക്കാം. പെണ്ണ് കണ്ടുവന്നാല്, പെണ്ണ് ഓക്കെ ആയാല് ആ പെണ്ണിനൊരു മൊബൈലും മൊബൈലിന്റെ ഒപ്പം ഒരു സിം ഉണ്ടാവും. സിമ്മിൽ ചിലപ്പോ കറൻസി ഉണ്ടാവും. ഇത് ഈ മൊബൈൽ കൊണ്ട് പിന്നെ ദിവസം രസിക്കലും സംസാരം ഇങ്ങനെ ഒരുപാട് ദിവസം ഉണ്ടാവും. ചിലപ്പോ അവൻ കല്യാണിക്കുന്ന 6 മാസം ഒരു കൊല്ലം ലേറ്റ് ഉണ്ടെങ്കിൽ അതങ്ങനെ നടന്നുകൊണ്ട് പോകും. അതിന് ഉമ്മയും ഉപ്പയും വിരോധിക്കുകയില്ല, ചെറുക്കന്റെ ഉമ്മയപ്പം വിരോധിക്കുകയില്ല. അത് അവർ കണ്ട പെണ്ണല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് സാർ. ഇതിന് എന്താണ് മാനദണ്ഡം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതായത് യഥാർത്ഥത്തിൽ അതന്നെ, അത് നമ്മൾ ഒറ്റ നിലക്ക് അത് തെറ്റാണ് എന്ന് പറയുകയല്ല. അതിന്റെ ആന്തരികമായ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായി നാം ഒരു ടോർച്ചടി, ഒരു വീക്ഷണം നടത്തുകയാണെങ്കിൽ ഈ മൊബൈൽ നടന്നല്ലോ, ഈ മൊബൈൽ ഫോണ്, അത് സിമ്മ്, ഈ സംഭവം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് പ്രസന്റേഷൻ കൊടുക്കുന്നതിന് ഞാൻ യോജിപ്പില്ല. ഒന്നത് ഒരിക്കലും അത് നമ്മുടെ ഭാവി യഥാർത്ഥത്തിൽ ഇപ്പോ നമ്മളോട് ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ത്രീയെ നമ്മൾ കണ്ടു, നിക്കാഹ് നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഭാര്യ ആയിട്ടില്ല. ഉറപ്പാണെങ്കിൽ ഉറപ്പിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ ഉറപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. ഈ ഉറപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നിക്കാഹ് എന്നുള്ള പ്രഥമമായ ഒരു കാര്യം ചെയ്യാണ്ട്, അതിനുശേഷം മാത്രമാണ് ഈ സ്ത്രീ നമ്മുടെ ഭാര്യയായി മാറുന്നത്. അതിന്റെ മുമ്പ് ഇപ്പൊ മറ്റേ മൊബൈൽ കൊടുക്കൽ അതൊന്നും ഒരിക്കലും എന്തല്ല ശരിയല്ല. ഇനിയിപ്പോ നമ്മളെന്താണ് പറ്റി എന്നുള്ളത് അതിന് പണ്ഡിതമായി രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം എന്താ അറിയോ, നമുക്ക് പിന്നെ സ്ത്രീകൾക്ക് പറ്റിയ കൂട്ടാൻ പറഞ്ഞു. ഇനിയിപ്പോ ഒരു സ്ത്രീ നമുക്ക് പറ്റിയില്ല നോക്കുക, അവിടെ വേറൊരു സംഭവമുണ്ട്. നമ്മൾ മുട്ടായി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണെങ്കിൽ പറ്റിയ സ്ത്രീക്കും പറ്റാത്ത സ്ത്രീയും കൊടുക്കണം. അതായത് ഇവിടെ പറയുന്നത് എന്താ അറിയോ പണ്ഡിതന്മാര്, നമ്മൾ ഒരിക്കലും തന്നെ ആ കണ്ട സ്ത്രീയെ നിരാശപ്പെടുത്തരുതാ. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ പറ്റിയ സ്ത്രീക്ക് എന്ത് ചെയ്യും? മുട്ടായി കൊടുക്കും, പറ്റിനെയും കൊടുക്കൂല. അതിപ്പോ ഈ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാന്നുള്ളതാ. അത് യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ ഗൗരവം ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽ മനസ്സിലായിക്കോളൂ, ശരിക്കും മനസ്സിലായിക്കോളൂ. നമ്മളും ചിന്തിക്കുക. ഞാനിങ്ങനെ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടത് ഇതൊക്കെയാണ്. മറ്റുള്ള ആളുകളെ കുറിച്ചല്ല, ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുക, നിങ്ങളെ കുറിച്ച്. നമ്മളെ വീട്ടില് നമ്മളെ പെങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ വന്നു, അല്ലെങ്കിൽ നമ്മളെ മകളെ കാണാൻ വേണ്ടി ഒരാൾ വന്നു, ഒരു സഹോദരൻ കയറി വന്നു. ഈ എന്തായാലും ഇപ്പൊ വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയുടെ മാനസികമായ അവസ്ഥ നമുക്കൊക്കെ അറിയാലോ. വിവാഹപ്രായം എത്തി, അത് കുറച്ചും കൂടി ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ വിവാഹപ്രായം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റ് എങ്ങനെ വെച്ചാൽ ഇതൊക്കെ എന്നോ കല്യാണം കഴിച്ചുകൊണ്ട് ആ സാഹചര്യമാണ്. ഇപ്പൊ ഈ വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നമുക്കൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ ഒരു മുട്ടായി കൊടുക്കുന്നത് എന്താണ്? ഇത് കുട്ടിയെ പറ്റിയാലാ കൊടുക്കുന്നത്, പറ്റില്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നാണല്ലോ സമ്പ്രദായം പറഞ്ഞത്. ഈ സമ്പ്രദായം യഥാർത്ഥത്തിൽ അത് ശരിയല്ല. എന്തുകൊണ്ട്? ഇവിടെ വിശുദ്ധ ഇസ്ലാം പറയുന്നത് തന്നെ ഒരു കുട്ടിയെ പറ്റിയിട്ടില്ലെങ്കിൽ ആ വിവരം അവിടെ അപ്പൊ പറയരുതെന്നാണ്. പഴയ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു. നമ്മൾ കാണാൻ പോയിട്ട് നമുക്ക് ആ കുട്ടിയെ പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിലും അപ്പൊ പറയില്ല. പറ്റിയാലും പറ്റുകയെന്നാ പറയല് മലയാളത്തിൽ. നിങ്ങൾ അവിടേക്ക് അങ്ങനെ തന്നെ അത് മനസ്സിലാണല്ലോ അവരെ പറയണത്. പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുട്ടി സൗന്ദര്യമുണ്ട്, നമുക്ക് തിരക്കേടില്ല, കുഴപ്പമില്ലാന്ന് തോന്നുക. ഇങ്ങനെയാണെങ്കിലും അങ്ങനെ അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യില്ല, അപ്പൊ പറയില്ല, അങ്ങോട്ട് പോരല്ല. പിന്നെ അതെങ്ങനെയെങ്കിലൊക്കെ വിവരം ആരെങ്കിലും കുറച്ചുകാലൊക്കെ കഴിഞ്ഞിട്ട്, കുറച്ചുകാലം അങ്ങനെ നോക്കിച്ചൊന്നുമില്ല, ഒരു ദിവസം കഴിഞ്ഞിട്ട് നല്ല വിവരം പറഞ്ഞയക്കല. അതാണ് പഴയ കാലം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കാരണം ഈ ഇന്നത്തെ സാഹചര്യം അപ്പൊ തന്നെ പറ്റില്ല തീരുമാനം എടുക്കുന്നുണ്ട്, മുട്ടായി കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, നമ്മള് സ്വന്തം ചിന്തിക്കുക. അപ്പൊ മാനസികമായി ആ കുട്ടിയുടെ വേദന
പ്രത്യേകിച്ച് വിവാഹപ്രായം കുറച്ചുകൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ മാനസികമായ വേദന കുട്ടി അപ്പത്തെ നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. മറ്റേത് പറഞ്ഞു കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാന്നുള്ളതാണ്. അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്റെ കാഴ്ചപ്പാടില് മാത്രമല്ല കിതാബിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയില്ല. ആ കുട്ടിയെ നമ്മുടെ കാഴ്ചയിൽ നമുക്ക് ആ കുട്ടി നമുക്ക് ഗുണമില്ല എന്നാണ് തോന്നിയത് എങ്കിൽ തന്നെ കിതാബുകളൊക്കെ പറയുന്ന അവിടെ വെച്ച് പറയരുത് എന്നാ. നിങ്ങൾ നോക്കി, അവിടെ വെച്ച് പറയരുതെന്നാ, വീട്ടിൽ തന്നെ പറയരുതെന്നാ. ഇത് നമ്മൾ നേരിട്ട് ആ കുട്ടിയോട് തന്നെ പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ മുട്ടായി കൊടുക്കുന്നത് കൊണ്ട്. കാരണം അതിന്റെ അർത്ഥം അതാണല്ലോ. ആ അർത്ഥം മാനസികമായി ആ കുട്ടിയെ വേദനിപ്പിക്കുന്നു. അപ്പൊ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടിനും കൊടുക്കണം. പറ്റിയാലും കൊടുക്കണം, പറ്റിയില്ലേലും കൊടുക്കണം. അതല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഒന്ന് കൊടുക്കണ്ടേ. മുട്ടായിക്ക് നമുക്ക് പിന്നെ കൊടുക്കുക, ഇപ്പത് കൊടുക്കുക. അതൊക്കെ നിക്കാഹ് കഴിച്ചതിന് ശേഷം ആക്കാം. അതുകൊണ്ട് പ്രശ്നം വരാൻ പോകുന്നില്ല. നമ്മളെന്താ അറിയോ, മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നാട്ടിലുള്ള നടപ്പുകളെ അന്ധമായിട്ട് അനുകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ സമുദായത്തിൽ വന്നിട്ടുള്ള ഒരുപാട് അനാചാരങ്ങൾ. പറയുന്നത് മനസ്സിലാക്കണം. ഇത് എന്റെ ശരീരം, എന്റെ കൂട്ടുകുടുംബം, നിങ്ങളിൽപ്പെട്ട ഓരോ ആളുകളും അതുപോലെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവൻ എന്ത് ചെയ്യുന്നു, എന്റെ നാട്ടിൽ അങ്ങനെ അവരൊക്കെ മുട്ടായി കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ നമ്മക്കും കൊടുക്കണ്ടേ? ഇങ്ങനെ പണ്ഡിതരും പാമരന്മാരൊക്കെ ചെയ്തു പോരുകയാണ്. നമ്മളൊരു മുട്ടായി ഒന്നും കൊടുത്തില്ല, അത് വേറെ കാര്യം കേട്ടോ. നമ്മൾ മറ്റുള്ള ആളുകൾ നോക്കണ്ട. നമ്മൾ നോക്കേണ്ടത് ഇസ്ലാം, വിശുദ്ധമായ ദീന് അതെന്താ പറഞ്ഞത് അതുപോലെ ചെയ്യുക. വേണ്ടാത്ത അനാചാരങ്ങൾ നമ്മൾ കടത്തിക്കൂട്ടണ്ട. ഇതിന് ഞാൻ ഹറാമാണ് മുട്ടായി കൊടുക്കുന്നല്ല പറയുന്നത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഹറാമാണെന്നല്ല, മുട്ടായി കൊടുക്കൽ ഹറാമാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയേണ്ട. അത് ഹറാമെന്നല്ല പറഞ്ഞത്. അതൊക്കെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മുട്ടായി കൊടുക്കുകയാണെങ്കിൽ രണ്ടു ആൾക്കും പറ്റിയാലും കൊടുക്കണം. അതല്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? മാനസികമായി വേദനിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാര്. അതെ, ഒഴിവാക്കൽ നല്ലതാണ്. അതാണ് ഏറ്റവും നല്ലത്, ഒഴിവാക്കുകയാണ്. പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്നതിന് ശേഷം എന്ത് ചെയ്യുക? അതിപ്പോ മുട്ടായി ആവട്ടെ, അതുപോലത്തെ എന്തെല്ലാം കാര്യങ്ങൾ, മൊബൈലാവട്ടെ, എന്ത് സാധനമാണെങ്കിലും ഒക്കെ നിന്റെ അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത്. ഈ അർത്ഥത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നാം ചെയ്യേണ്ടത് ഒഴിവാക്കുക. നമ്മൾ പോകുന്നതിന് ശേഷം പിന്നെന്ത് ചെയ്യുക? വിവരങ്ങൾ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ മൈക്ക് ഒഴിവാക്കും. മഷ്കൂർ ഉസ്താദ്, ജസാക്കുമുല്ലാഹു ഖൈറുൽ ജസാ. SSM ഒക്കെ വേറെന്തെങ്കിലും അതിനെ ആ ചോദ്യമായിട്ട് ഉപചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക. അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദിന് സമയമുണ്ടെങ്കിൽ ഉസ്താദ് തുടരും. അല്ലെങ്കിൽ ഉസ്താദിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. ഉസ്താദ് ഒരുപാട് തിരക്കും ഷെഡ്യൂളുകളൊക്കെ ഉള്ളത് കൊണ്ട് ഉസ്താദിനെ കൂടുതലായി വിഷമിപ്പിക്കുന്നില്ല. ഏതായാലും വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് വന്നിട്ട് ചോദിക്കാം. അതിനുള്ള സമയം ഇൻഷാ അല്ലാഹ് ഉസ്താദ് അല്പസമയം കൂടി ഉസ്താദ് സമ്മതിച്ചു തരും എന്ന് വിശ്വസിക്കുന്നു. ഉസ്താദ് ഓക്കെ, SSM ഒക്കെ മൈക്കെടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഈ പെണ്ണ് കാണൽ പോകുന്നതിന് മുമ്പായിട്ട് ചില സ്ഥലത്ത് ഈ സ്ത്രീധനത്തിന് വക സംസാരിക്കുകയും അതെല്ലാം തീർത്തതിന്റെ ശേഷമാണ് പെണ്ണ് കാണാൻ പോകുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല, ഈ സ്ത്രീധനം ആണോ സംസാരിക്കൽ ആദ്യം, അല്ലെങ്കിൽ മഹറാണോ സംസാരിക്കാൻ ഉള്ളത്? ഇതിനെക്കുറിച്ച് ഉസ്താദ് ചോദിക്കാനുള്ളത്. ഇന്ന് കാണുന്നത് എത്ര പവനാണ്, എത്ര സ്വർണ്ണാണ്, എത്ര ക്യാഷ് ആണെന്നിട്ട്. പക്ഷേ മിക്കവാറും സ്ഥലത്തോടും കാണുന്നില്ല നിങ്ങളുടെ മകളിന് എത്ര മഹറാണ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ മകളിന് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നത് കാണാറില്ല. ഇതിന് എന്താണ് ഉസ്താദ് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അതെ, അത് ഞാൻ മറന്നുപോയതാണ് സംഭവം. വളരെ ഉഷാറാണ് നിങ്ങളെ ചോദ്യം, മാഷാ അല്ലാഹ്. കാരണം ശരിയാണ് സംഭവം.
ഇന്ന് ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ ആദ്യം മറന്നുകൊണ്ട്, കാരണം അങ്ങനെ ആയിട്ട് ഇന്ന് ലോകം യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഡിമാൻഡുകൾ ഇന്ന് വെക്കുന്നതാ ഞാൻ പറഞ്ഞു കേട്ടോ. ഇന്ന് ചെയ്യേണ്ടത് അങ്ങനെയല്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡിമാൻഡ് പറഞ്ഞാണ് സ്ത്രീധനം, അതുപോലെ പവൻ. ഈ സ്ത്രീധനത്തെ കുറിച്ച് ആർദാ ഈ ധനം, എന്താണ് ഇപ്പൊ അതിന്റെ നിയമം, ആർക്കാണത് ഉടമാവകാശം, അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് സ്ഥലമുണ്ട്, അതിന്റെയൊക്കെ വിഷയങ്ങൾ വരും. കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട്. അപ്പോ നിങ്ങളിപ്പോ ചോദിച്ചതിന് മറുപടി ആദ്യമായിട്ടെന്നല്ല, ഇവിടെ പറയേണ്ട ഒരു കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, മഹർ മാത്രം. എന്ന് പറഞ്ഞാൽ പുരുഷനെ സ്ത്രീക്ക് കൊടുക്കേണ്ട ആ പവൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണാണെങ്കിൽ സ്വർണം, അതല്ലെങ്കിൽ പൈസ, എന്താണോ മഹറായിട്ട് നിശ്ചയിക്കുന്നത് അത് മാത്രമാണ് പറയേണ്ടത്. മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം അതുമായിട്ട് ബന്ധമല്ല. പക്ഷെ ഇന്ന് അത് എന്താണ് യഥാർത്ഥ അനിസ്ലാമികം, ചില സമയത്ത് അനിസ്ലാമികമായിട്ട് ഒരു നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഈ സ്ത്രീധനം വാങ്ങൽ അനിസ്ലാമികമായിട്ട് വരുന്നതും അനിസ്ലാമികമല്ലാത്തതുകൊണ്ട് മൊത്തത്തിലത് അനിസ്ലാമികം എന്നും പറഞ്ഞുകൂടാ. രണ്ടിലും കെട്ടൊരു സംഭവത്തിലാണ് നിൽക്കുന്നത്. രണ്ടിലും കെട്ടെന്ന് പറഞ്ഞാൽ അനിസ്ലാമികം എന്നും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു അനാചാരം എന്ന് പറയാം. ആവശ്യമില്ലാത്തൊരു ആചാരമാണ്. അതെങ്ങനെ നമ്മുടെ മുസ്ലിം സമുദായത്തിനിടയിൽ കടന്നു വന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. തന്നാൽ വാങ്ങാമല്ല, അതൊരു പോയിന്റാണ്. അതൊക്കെ അതായത് അതിങ്ങനെ സംഭവം യഥാർത്ഥം പറഞ്ഞാലേ അതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോ നിങ്ങൾ പറഞ്ഞാലേ ഇയാളെ ചോദ്യത്തിൽ ഇപ്പൊ എന്താ ഉള്ളത്, എന്താണ് പറയേണ്ടത് എന്നാ പറയേണ്ടത് മഹർ മാത്രമാണ്. ശരിക്കും യഥാർത്ഥത്തിൽ നിക്കാഹിൽ പറയേണ്ട കാര്യം മഹർ മാത്രമാണ് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. മറ്റുള്ളതൊക്കെ എന്താണ് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡിമാൻഡുകൾ പറയുന്നു എന്ന് മാത്രമേ പറഞ്ഞു എന്നുള്ളത് വിരോധമൊന്നുമില്ല. കാരണം അതില്ലെങ്കിൽ ഇവിടെ സംഭവം നമ്മൾ പറഞ്ഞതാണ് കല്യാണം തന്നെ ഇപ്പൊ നടക്കൂല. കാരണം ഇന്ന് ചില കല്യാണങ്ങളൊക്കെ നടക്കാതെ പോകുന്നത് കുട്ടിയുടെ പ്രശ്നം കൊണ്ടല്ല. ചില ആളുകളൊക്കെ ഈ ഡിമാൻഡിൽ ലക്ഷങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ കല്യാണം മുടക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് സർവേ നടത്തിയാൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ ഇതൊക്കെ എന്താണ് അതൊക്കെ എന്താണ് ഇസ്ലാം ഒരിക്കലും തന്നെ അതിന് ഉത്സാഹം എന്നാ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു സംഭവം കൂടെയാണ് എന്ന് നാം മനസ്സിലാക്കുക. തന്നാൽ വാങ്ങാമല്ല, അതൊരു വേറൊരു ചോദ്യം. അതായത് ഇതിനിപ്പോ എന്താ വിഷയം എന്നറിയോ? ഇപ്പൊ സ്ത്രീധനം, ഈ സ്വർണം, ഇതിപ്പോ ഒരു സ്ത്രീയെ എന്താ നമ്മുടെ മകളെ നാം കല്യാണം കഴിച്ച് അയക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം അവർക്ക്. അതിന് യാതൊരു വിരോധമല്ല. പക്ഷെ ഇതൊരിക്കലും ഈ ഭർത്താവിന് അവകാശമില്ല. ശരിക്കും ശ്രദ്ധിക്കണം, ഒരിക്കലും ഭർത്താവിന് അവകാശപ്പെട്ടതല്ല. ഈ സ്ത്രീയുടെ പണ്ടം, ഈ സ്ത്രീയുടെ എല്ലാ ആഭരണങ്ങളും ഒരിക്കലും ഭർത്താവിന് അവകാശമല്ല. പൈസയും അവകാശമല്ല. പൈസ ഇനി അവകാശം ആകണമെങ്കിൽ ഈ കുട്ടിയുടെ വാപ്പ, പിതാവ്, അത് ഈ ഭർത്താവിന് ഹദിയയായിട്ട് നൽകണം. ഹദിയായിട്ട് നൽകുന്നതിന് എന്തെങ്കിലും വിരോധമൊന്നുമില്ല. അങ്ങനെ നൽകുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ അവകാശത്തിൽ വരും. ഇന്നിപ്പോ നമ്മുടെ ഹദിയായിട്ടാണോ നൽകുന്നത്? അല്ല, സാധാരണഗതിയിൽ നൽകുന്നത്. എന്തുകൊണ്ട്? ഈ കുട്ടിയെ ത്വലാഖ് ചൊല്ലിയാൽ ഈ പൈസ തിരിച്ചു കൊടുക്കണം. അവിടെയാണ് വിഷയം. ഈ സ്ത്രീയെ ത്വലാഖ് ചൊല്ലുമ്പോൾ ഈ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊടുക്കണം. അത് നിർബന്ധമായിട്ട് തിരിച്ചു വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് ഒരിക്കലും തന്നെ ഭർത്താവിന് അവകാശപ്പെട്ടതല്ല. അതൊരു അമാനത്ത് സ്വത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. പിന്നെ നിങ്ങൾ ചോദിച്ചത് എന്താണ്? തന്നാ വാങ്ങിക്കൂടെ? തന്നാ വാങ്ങുകയാണ് നമ്മക്കൊരു വാങ്ങലും കൊടുക്കലും അവിടെ വരുന്നില്ല. നമുക്കൊരു മിൽക്കിയത്തുമില്ല. അമാനത്തായിട്ട് നമുക്ക് കിട്ടുന്ന സമ്പത്താണത്. അത് നമ്മൾ കൈവശം വെക്കാം. എന്നാ ചോദിക്കണം, തിരിച്ചിട്ട് അന്ന് കൊടുക്കും വേണ്ടി വരും. ഇതാണ് മകൾക്ക് അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വാങ്ങൽ അത് ആർക്കൊക്കെ വാങ്ങാൻ പറ്റും, ആർക്കൊക്കെ വാങ്ങാൻ പറ്റൂല, ആർക്കൊക്കെ അത് വാങ്ങൽ ഹറാമ്, അങ്ങനെ പല വകുപ്പായിട്ട് അത് വരുന്നുണ്ട്. അവകളെ കുറിച്ച് കുട്ടിയെ തിരഞ്ഞെങ്കിൽ നമുക്ക് അറിയാം
കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആണാവും പറയും. ഇപ്പൊ ഒരു പെൺകുട്ടിയാകുമ്പോൾ വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി നേരെ വെച്ച് സ്കൂളിലേക്ക് പോകും, ഇങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അറിയാൻ സാധ്യതയില്ല. അപ്പൊ അതെങ്ങനെ അറിയും? ഇപ്പൊ ഭംഗി അറിയണ കൂട്ടപ്പോ നമ്മൾ പറഞ്ഞല്ലോ, കയ്യും മുഖവും നോക്കി അറിയുന്നത്. അതുപോലെ പല കാര്യങ്ങളും ഇനി അറിയണ്ടേ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതൊക്കെ ചർച്ച ചെയ്യാം. ഇനിയിപ്പോ കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതിനെയും കേട്ടതിനെയും സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാണ്. ധാരാളം ആളുകളുണ്ട്, അവരുടെ എല്ലാവരുടെയും നമ്മുടെയും ദോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് DC എന്നാണ് തോന്നുന്നത്. ഉസ്താദിന്റെ നെറ്റിൽ അല്പം കട്ടും കൂടി വന്നുകൊണ്ടായിരുന്നു. ഉസ്താദ് വന്നിട്ടുണ്ട്. ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്താലും DC ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മൈക്ക് ചെറിയ കട്ടുണ്ടായിരുന്നു ഇടക്ക്. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? പക്ക ഉസ്താദ് കേൾക്കുന്നുണ്ടോ? പകസ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാനും DC പോയതാണ്. ഏതായാലും ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വരുന്ന ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് നേരത്തെ തന്നെ തുടങ്ങും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള വിജ്ഞാനം അല്ലാഹു നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. റഹ്മാൻ റഹീമായ നാഥൻ സത്യമായി മനസ്സിലാക്കുവാനും അതിനെ പിൻപറ്റുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. തിന്മയായി വർജിക്കുവാനും തിന്മയായി മനസ്സിലാക്കുവാനും അതിനെ വർജിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു എല്ലാ മുസ്ലിമീങ്ങൾക്കും നൽകുമാറാവട്ടെ. ലോകത്ത് മൊത്തം നാടുകളിലും എല്ലാം പ്രശ്നമാണ്, മൊത്തം ഭയങ്കര പല വിധേനയുള്ള പ്രശ്നങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹഖ് മനസ്സിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ ഫിത്നയിൽ നിന്നും ഷർറിൽ നിന്നും നാം എല്ലാവരെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാർക്കും നമുക്കും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് കാരണമാകുന്ന സ്വലാത്ത് ഹബീബിന്റെ മേൽ കൂടുതൽ വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا معنا شقيا ولا مطرودا ولا محروما برحمتك وفضلك يا أكرم الأكرمين ويا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. دعاء وصية. السلام عليكم ورحمة الله وبركاته.